നമസ്കാരം. പുതിയ KPCC പ്രസിഡന്റിനെ പ്രഖ്യാപിക്കാൻ ഹൈക്കമാൻഡിന് ഇന്നും കഴിഞ്ഞില്ല. ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും കണ്ടപ്പോൾ എല്ലാം അംഗീകരിച്ച കെ സുധാകരൻ കേരളത്തിലെത്തിയപ്പോൾ കലാപക്കൊടി ഉയർത്തിയതാണ് AICCയെ പ്രതിസന്ധിയിലാക്കിയത്. എല്ലാം മാധ്യമ സൃഷ്ടി എന്ന് തള്ളുകയാണ് KC വേണുഗോപാൽ. മുതിർന്ന നേതാവ് AK ആന്റണിയെ ഇന്ന് കെ സുധാകരൻ സന്ദർശിച്ചു. തന്നെ അപമാനിച്ചു പറഞ്ഞു വിടരുത് എന്നതാണ് കെ സുധാകരന്റെ വികാരം. വരുന്നത് അങ്കണവാടി തെരഞ്ഞെടുപ്പല്ല, നേതാക്കൾ പക്വത കാണിക്കണമെന്ന നിലപാടുമായി യൂത്ത് കോൺഗ്രസും രംഗത്തെത്തിയതോടുകൂടി ആരാകും പുതിയ KPCC പ്രസിഡന്റ് എന്ന ചർച്ച കേരളത്തിൽ സജീവമായി തുടരുകയാണ്. ഈ ചർച്ചയിൽ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ NP ചേക്കുട്ടി, നിരീക്ഷകൻ ഡോക്ടർ പ്രേംകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ എബ്രഹാം മാത്യു, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ നിസാം സെയ്ദ് എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ എബ്രഹാം മാത്യു, എന്തുകൊണ്ടായിരിക്കും AICCക്ക് കേരളത്തിലേക്കുള്ള പുതിയ PCC അധ്യക്ഷനെ തീരുമാനിച്ചിട്ട് അത് പ്രഖ്യാപിക്കാൻ കഴിയാതിരിക്കുന്നത്? സംഘടനാ ചുമതലയുള്ള കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി മലയാളിയാണ് KC വേണുഗോപാൽ. ഖണ്ഡിതമായൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ഇതിനോടകം. പക്ഷേ അത് പ്രഖ്യാപിക്കാൻ അശക്തമാണ് ഇപ്പോഴത്തെ കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം എന്നുണ്ടോ? അഭിലാഷ്, എനിക്ക് തോന്നുന്നത് ഇതിനകത്തൊരു കൺഫ്യൂഷൻ നേരത്തെ തൊട്ടുണ്ട്. കാരണം ഇപ്പം നമ്മൾ പറഞ്ഞു കേൾക്കുന്ന പേരുകളിലേക്ക് എത്തുന്നതിന് ഒരുപാട് പ്രോസസ്സിങ് ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാവുന്നത്. പക്ഷേ ഇത്രത്തോളം ഒരു എതിർപ്പ്, നേരത്തെ നമ്മുടെ വാർത്തയിൽ പറഞ്ഞതുപോലെ ഇത്രത്തോളം ഒരു എതിർപ്പുണ്ടാകും എന്ന് ഒരുപക്ഷെ അവർ വിചാരിച്ചിരിക്കില്ല. രണ്ടാമത് കെ സുധാകരനെ അനുനയിപ്പിക്കാനുള്ള നീക്കം പാളിപ്പോയി എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. സമുദായ സംഘടനകൾ ഇത്രത്തോളം വ്യക്തമായും വ്യാപകമായിട്ടും അഭിപ്രായങ്ങൾ പറയുമെന്ന് ഒരുപക്ഷെ അവർ വിചാരിച്ച് കാണത്തില്ല. കെ മുരളീധരൻ്റെ ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെയുള്ള പ്രതികരണങ്ങൾ ഒരുപക്ഷെ പ്രതീക്ഷിച്ച് കാണുകയില്ല. ഏതായാലും എക്കാലത്തും കോൺഗ്രസിൽ KPCC അധ്യക്ഷൻ നാമനിർദ്ദേശം തിരഞ്ഞെടുക്കുകയല്ലല്ലോ, നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന സമയത്ത് ഇതിന് സമാനമായ ഭൂകമ്പങ്ങൾ ഉണ്ടാകുക പതിവായിരുന്നു. ഇത്തവണയും അങ്ങനെ സംഭവിക്കുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് പലപ്പോഴും സംഭവിക്കുന്നത് പോലെ ഈ പേരിൽ നിന്ന് പിന്നോട്ട് പോകാൻ വയ്യാത്ത ഒരു അവസ്ഥയിൽ ഹൈക്കമാൻഡ് എത്തിയെന്ന് വേണം കരുതാൻ. അത് ആന്റോ ആന്റണി തന്നെ ആയിരിക്കും KPCC പ്രസിഡന്റായി വരിക. ഇതുവരെയുള്ള സൂചനകൾ വെച്ചിട്ട് അത് തന്നെയാണ്. പക്ഷേ ഏറ്റവും ഒരു മോശപ്പെട്ട പ്രവണതയായി പറയുന്ന, അദ്ദേഹത്തിന് KSUവിലൂടെ പ്രവർത്തിച്ച് വന്ന ഒരു നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ ഒരു സഭയുടെ പ്രതീകമായി അവതരിപ്പിച്ചുകൊണ്ട് KPCC അധ്യക്ഷനായി അനൗൺസ് ചെയ്യാൻ അവർ ഔദ്യോഗികമായി നടത്തുന്നില്ലായിരിക്കാം. പക്ഷേ ഫലത്തിൽ അങ്ങനെ ഒരു നീക്കം നടക്കുന്നു എന്നാണ് പൊതുസമൂഹം വിചാരിക്കുന്നതും പൊതുസമൂഹത്തിന് ബോധ്യമാകുന്നതും. അത് ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു അഡീഷണൽ ആയിട്ടുള്ള പ്രതിസന്ധിക്ക് വഴിയൊരുക്കുന്നു എന്ന് വേണം കരുതാൻ. തീർച്ചയായിട്ടും. NP ചേക്കുട്ടി, കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഇത്രയും ആശയക്കുഴപ്പം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ യഥാർത്ഥത്തിൽ? കെ സുധാകരൻ കഴിഞ്ഞ 4 വർഷമായി KPCC അധ്യക്ഷനാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നിരവധി തെരഞ്ഞെടുപ്പുകൾ വിജയിച്ചിട്ടുണ്ട്. ശരിയാണ്, അദ്ദേഹത്തിന് ഓടി നടന്ന് പ്രവർത്തിക്കാൻ, കോർഡിനേറ്റ് ചെയ്യാനൊക്കെയുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ട്. എങ്കിൽ പോലും അത് കോൺഗ്രസിന്റെ വിജയത്തെ ഏതെങ്കിലും നിലയ്ക്ക് ബാധിച്ചിട്ടില്ല. ഇവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് വരുമ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി ഉണ്ടാക്കുന്ന ഈ ആശയക്കുഴപ്പം ഗുണകരമായിരിക്കുമോ? എന്തുകൊണ്ട് ഇത് നീണ്ടുപോകുന്നു? എന്തുകൊണ്ട് ഹൈക്കമാൻഡിന് ആ പേര് ഡിക്ലെയർ ചെയ്തുകൊണ്ട് ഒരു വാർത്താക്കുറിപ്പ് ഇറക്കാൻ കഴിയുന്നില്ല എന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, കോൺഗ്രസിനകത്ത് എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള എന്താ പറയുക എതിർപ്പുകൾ അല്ലെങ്കിൽ പടല പിണക്കങ്ങൾ പതിവുള്ളതാണ്. നമ്മൾ ആദ്യമായിട്ടല്ല കോൺഗ്രസിനകത്ത് ഇത്തരത്തിലുള്ള സംഗതികൾ കാണുന്നത്. രണ്ടാമത്തെ കാര്യം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 3 വർഷത്തിലേറെയായി സുധാകരൻ പ്രസിഡൻ്റാണ്. അദ്ദേഹത്തിൻ്റെ പ്രസിഡന്റ്ഷിപ്പിനകത്ത് പാർട്ടിക്ക് നേട്ടങ്ങളുണ്ടായിട്ടുണ്ട്, തെരഞ്ഞെടുപ്പുകൾ വിജയിച്ചിട്ടുണ്ട്, പാർട്ടി സംഘടന കുറേയൊക്കെ ശക്തമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. കാരണം മുൻകാലങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് സംഘടന കുറേയൊക്കെ സജീവം തന്നെയാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അടിത്തറ കിടക്കുന്നത് കേരളത്തിലെ സാമൂഹിക വിഭാഗങ്ങൾക്കിടയിൽ, വ്യത്യസ്ത സമൂഹങ്ങൾക്കിടയിലുള്ള ഒരു എന്താ പറയുക ഒരു സമവായത്തിൻ്റെ അന്തരീക്ഷത്തിലാണ്. CPM-ഓ അല്ലെങ്കിൽ BJP-യോ എന്ന് വ്യത്യസ്തമായിട്ട് കോൺഗ്രസിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഈ കേരളത്തിലെ പ്രബലമായിട്ടുള്ള എല്ലാ സമൂഹങ്ങളെയും സമുദായങ്ങളെയും ഒന്നിച്ച് നിർത്തുകയും അവർക്ക് വേണ്ടത്ര റെപ്രസെൻറ്റേഷൻ നൽകുകയും ചെയ്യുക എന്നുള്ളതിലാണ്. അപ്പോൾ അതിനകത്ത് ഒരു പ്രോബ്ലം ഇപ്പോൾ വന്നിരിക്കുന്നത്, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമായിട്ടുള്ള തരത്തിലുള്ള ഒരു ഹയർ ലെവൽ റെപ്രസെൻറ്റേഷൻ ഇപ്പോൾ പാർട്ടിയിൽ ഇല്ല എന്നൊരു തോന്നൽ, അത് ഒരു റിയാലിറ്റിയുമാണ്. ഇപ്പം ഉമ്മൻചാണ്ടിക്കൊക്കെ ശേഷം യഥാർത്ഥത്തിൽ
വന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സുധാകരനായാലും ശരി, സതീശനായാലും ശരി, ചെന്നിത്തലയായാലും ശരി, ഇവരെല്ലാം ഒരു പ്രത്യേക വിഭാഗത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ച് ആ പരാതി അവർക്ക് ഉണ്ടാവില്ല. കാരണം അവർക്ക് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ വളരെ ശക്തമായ പ്രസൻസ് UDF-ലുണ്ട്. പക്ഷേ കോൺഗ്രസിനകത്ത് ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ അകന്നു പോകുന്ന ഒരു അന്തരീക്ഷം വന്നാലുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ സെൻട്രൽ കേരളത്തിൽ അത് പ്രശ്നം ഉണ്ടാക്കും, തെക്കൻ കേരളത്തിൽ അത് പ്രശ്നം ഉണ്ടാക്കും. മാത്രമല്ല CPM അടക്കമുള്ള കക്ഷികൾ, പ്രത്യേകിച്ച് CPM, BJP-യും, ഈ രണ്ട് കൂട്ടരും വളരെ കൃത്യമായിട്ട് കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിലൊരു വലിയ വിജയം അവർ നേടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് CPM-നെ സംബന്ധിച്ചിടത്തോളം KM മാണിയുടെ പാർട്ടിയെ അവർക്ക് അവരുടെ കൂടെ കൊണ്ടുപോകാൻ പറ്റി. BJP-യും വളരെ കൃത്യമായിട്ട് ആ നിലയിൽ ഒരു ടാർഗറ്റിങ് നടത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ ഒരു സാമുദായികമായിട്ടുള്ള ഒരു എന്താ പറയുക സമവാക്യം അത് ശരിയാക്കി എടുക്കുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പം അതുകൊണ്ടൊക്കെയാണ് അവർ ഈ തരത്തിലുള്ള ഒരു നീക്കം ഇപ്പം നടത്തുന്നത്. അതിനകത്ത് സുധാകരനെ പോലുള്ള ഒരാളെ നേരത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് പിന്നെ വാർത്തകളിലേക്ക് വരാൻ അവർക്ക് പറ്റിയില്ല. വാർത്ത ഒരു പക്ഷേ ലീക്കായിട്ടുണ്ടാവും. ആ ഒരു പ്രക്രിയയിൽ ഉണ്ടായിരിക്കുന്ന സ്ഖലിതങ്ങളാണ് ഇപ്പോഴുള്ള കൺഫ്യൂഷന് കാരണം. പക്ഷേ അടിസ്ഥാനപരമായി ഇങ്ങനെയൊരു നീക്കം നടത്താതെ കോൺഗ്രസിന് കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളിലെ നേരിടാൻ സാധ്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ശ്രീ പ്രേംകുമാർ, കോൺഗ്രസ് കമ്മ്യൂണൽ ബാലൻസിങ് നോക്കാറുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോൾ കത്തോലിക്ക പ്രാതിനിധ്യം അല്ലെങ്കിൽ കത്തോലിക്ക സഭകളോടുള്ള അടുപ്പം ഉറപ്പാക്കാൻ വേണ്ടിയാണോ, അതോ സുധാകരനെ മാറ്റുകയും തൽസ്ഥാനത്ത് അത്രയും ഹൈ പ്രൊഫൈലായ ഒരാൾ വരുന്നില്ല എന്ന് ഉറപ്പാക്കുകയും ചെയ്യുകയാണോ ഈ പ്രക്രിയയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം? തെരഞ്ഞെടുപ്പ് വർഷമാണ് എന്നുള്ളത് പല അർത്ഥത്തിൽ ക്രൂഷ്യലാണ്. അപ്പോൾ സുധാകരൻ വേണ്ട, അല്ലെങ്കിൽ അത്രയും പ്രൊഫൈലുള്ള ഒരാൾ വേണ്ട എന്ന നിലയ്ക്ക് നടക്കുന്ന ഒരു നീക്കം കൂടി ആകാമോ? അതായത് ഒരു സഭ അല്ലെങ്കിൽ കോൺഗ്രസ് ആവട്ടെ ഏത് പാർട്ടി ആവട്ടെ സ്ഥാനാർത്ഥികളെയൊക്കെ നിർണ്ണയിക്കുമ്പോൾ സാമുദായിക പരിഗണനകളൊക്കെ എടുക്കാറുണ്ട്. അത് വലിയ കുഴപ്പമുള്ള കാര്യമല്ല ആ അർത്ഥത്തിൽ. പക്ഷേ ഒരു സാമുദായിക സംഘടന ഡിക്റ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ശരിയാണെങ്കിൽ, ഇദ്ദേഹത്തെ KPCC പ്രസിഡന്റ് ആക്കണം എന്ന് ഡിക്റ്റേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള വളരെ 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 മോശമായിട്ടുള്ള സിറ്റുവേഷനാണ്. ഇവിടെ എബ്രഹാം മാത്യു ആ തരത്തിലുള്ള ഏതെങ്കിലും യൂണിറ്റുകൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും അതിരൂപതകളോ രൂപതകളോ അങ്ങനെ ഡിക്റ്റേറ്റ് ചെയ്യുന്നതായി നമുക്കറിയില്ല. കോൺഗ്രസിനകത്താണ് കത്തോലിക്ക വിഭാഗത്തിൽ നിന്നുള്ള ഒരാൾ വരട്ടെ എന്നൊരു ചർച്ചയും മറ്റുമൊക്കെ ഉരുവം കൊള്ളുന്നത്. അതല്ലാതെ സഭ ഇന്ന ആളെ KPCC പ്രസിഡന്റ് ആക്കി വെച്ചോളൂ എന്ന മട്ടിൽ എവിടെയും ഒരു ശാസനം നൽകിയതായി അറിയില്ല. അല്ല, ചാനലുകളിൽ നിങ്ങളുടെ അടക്കമുള്ള ചാനലുകൾ റിപ്പോർട്ട് ചെയ്തത്, അതായത് ഒന്നുകിൽ സണ്ണി ജോസഫ് അല്ലെങ്കിൽ ആന്റണി, ഇവരിൽ ഏതെങ്കിലും ഒരാളാവണം KPCC പ്രസിഡന്റ് എന്നുള്ളത് കത്തോലിക്ക സഭ, കേരളത്തിലെ സഭ പറഞ്ഞു എന്നാണ്. ആ വാർത്ത മാത്രമേ നമുക്കുള്ളൂ. അങ്ങനെ ആണെങ്കിൽ അത് ഭയങ്കര മോശമാണ്. മാത്രമല്ല, അതിനൊരിക്കലും ഇലക്ഷൻ സമയത്ത് സാമുദായിക റെപ്രസെന്റേഷൻ പാർട്ടികൾ ചെയ്യുന്നതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. സ്വാഭാവികമായും നടക്കുന്നതും ഒരാൾ ഡിക്റ്റേറ്റ് ചെയ്യുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഇപ്പോൾ എബ്രഹാം മാത്യുവും പിന്നെ ചേക്കുട്ടി മാഷും സംസാരിച്ചതിന് ശേഷമാണ് ഞാൻ സംസാരിക്കുന്നത്. പക്ഷേ ഇവർ രണ്ടുപേരും പറഞ്ഞതിന് ശേഷമേ നിങ്ങൾ പറയാവുള്ളൂ എന്ന് എന്നോട് പറയുന്ന പോലുള്ളൊരു അനീതിയാണത്. അങ്ങനെയല്ലല്ലോ. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ യാതൊരു സർപ്രൈസും ഇല്ല. കാരണം അന്ന് സുധാകരൻ KPCC പ്രസിഡന്റായി നോമിനേറ്റ് ചെയ്യപ്പെട്ട ദിവസം എനിക്ക് ഓർമ്മയുണ്ട്, ദേശാഭിമാനിയിൽ CPM-ന്റെ നേതാവായിരുന്ന AK ബാലൻ എഴുതിയൊരു ലേഖനം ഉണ്ടായിരുന്നു. അവർ ബ്രണ്ണൻ കോളേജ് കാലം മുതൽ ഇവർ സുഹൃത്തുക്കളായിരുന്നു, പിണറായി വിജയനും സുധാകരനൊക്കെ. അതിൽ AK ബാലൻ പറയുന്ന ഒരു വാചകം ഉണ്ടായിരുന്നു, ആളുകളെ ഇണക്കി കൊണ്ടുപോകാൻ സുധാകരൻ അറിയില്ല, പിണക്കി കൊണ്ടുപോകാനേ അറിയുള്ളൂ എന്ന്. അന്ന് നടന്നൊരു ചർച്ച മാതൃഭൂമി തന്നെയായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഞാനന്ന് പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു, തെന്നല ബാലകൃഷ്ണപിള്ളയെയോ VM സുധീരനെയോ അല്ലെങ്കിൽ ഒടുവിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനെയോ മാറ്റിയതുപോലെ സുധാകരനെ മാറ്റുക എന്നുള്ളത് പോസിബിൾ ആയിരിക്കില്ല എന്ന്. അവിടെയാണ് AICC നേതൃത്വം കുടുങ്ങാൻ പോകുന്നത് എന്നുള്ളത് നമുക്കറിയാവുന്ന. ഗോപികൃഷ്ണൻ കൊടുത്തുള്ള ഇന്റർവ്യൂവിൽ സുധാകരൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കൃത്യമായൊരു സൂചനയായിരുന്നു അത്. അതായത് എനിക്ക് പോകണം തോന്നിയാൽ ഐ വിൽ ഗോ വിത്ത് BJP എന്ന് പറഞ്ഞതിന് ശേഷമാണ് അങ്ങനെയുള്ള ഒരാളെ KPCC പ്രസിഡന്റ് ആക്കുന്നത്. ഇപ്പോഴും ഒരുപക്ഷെ അദ്ദേഹം ഇറക്കുന്ന ട്രംപ് കാർഡ് എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും. അദ്ദേഹത്തെ മാറ്റണം എന്നുള്ള രീതിയിൽ പാർട്ടിയുടെ റാങ്ക് ആൻഡ് ഫയലിലെ ആളുകൾ ആലോചിക്കുന്നതിന്റെ കാര്യം അദ്ദേഹം ആലോചിക്കുന്നതും പറയുന്നതും തമ്മിൽ ബന്ധമില്ല എന്നാണ്. റിപ്പോർട്ടർ ചാനലിനോട് അദ്ദേഹം പറയുന്നത് നികേഷ് കുമാറിന്റെ പത്രത്തിനോട് ഒരു കോംപ്രമൈസും ഇല്ല എന്നാ. അത് പത്രമല്ല എന്ന് അദ്ദേഹത്തിന് ഓർമ്മയില്ല. നികേഷ് കുമാർ റിപ്പോർട്ടർ ചാനലിൽ ഇല്ല എന്നുള്ളത് ഇദ്ദേഹത്തിന് ഓർമ്മയില്ല. ഒരു വർഷം 1.5 വർഷം പിറകിലാണ്. ഇതുകൊണ്ടാണ് ഇദ്ദേഹത്തെ മാറ്റണം എന്ന് പറയുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തെ മാറ്റാൻ പറ്റാത്തതും. നമ്മൾ റിപ്പോർട്ടും അദ്ദേഹത്തിന്റെ ഡയലോഗ്സും കേട്ടാൽ മനസ്സിലാവുന്നത്, ഡൽഹിയിൽ നിന്ന് ഖാർഗെയോടും രാഹുൽ ഗാന്ധിയോടും സംസാരിച്ച് ഇറങ്ങുമ്പം പറഞ്ഞ സുധാകരൻ അല്ല
തിരുവനന്തപുരത്ത് എത്തുമ്പോൾ പറയുന്നത്. അദ്ദേഹം ആലോചിക്കുന്നു, അദ്ദേഹം പറയുന്നു, തമ്മിൽ കോർഡിനേഷൻ ഇല്ല. അപ്പോൾ പലപ്പോഴും നമ്മൾ പറയാണ്ട് ഈ പൂച്ചയൊക്കെ ചെറിയ പാത്രത്തിനിടയ്ക്ക്, ഞങ്ങൾ വടകരക്കാരൊരു മുരുടാന്ന് പറയാം, ചെറിയ വാവട്ടം കുറഞ്ഞ പാത്രത്തിനകത്തേക്ക് തലയിടുന്നതിന് മുമ്പ് അത് ഉറപ്പുവരുത്തും തല അതിൻ്റെ അകത്ത് പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നുള്ളത്. എന്നാലും ചില പൂച്ചകളുടെ തലയിൻ്റെ അകത്ത് കുടുങ്ങിപ്പോവും. അതേ അവസ്ഥയിലാണ് AICC. ഇതിൻ്റെ അകത്ത് കെ സുധാകരനെ KPCC പ്രസിഡന്റ് ആക്കി അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണമെന്നുള്ള ധാരണയില്ല. മാത്രമല്ല, ഏബിൾ ആയിട്ടുള്ള ഒരാളെ KPCC പ്രസിഡന്റ് ആക്കാൻ ഹൈക്കമാൻഡിനോ അല്ലെങ്കിൽ ഹൈക്കമാൻഡിൽ ഭയങ്കര കമാൻഡുള്ള കേരളത്തിലെ ചില ആളുകൾക്കോ പറ്റില്ല. അവർ വളരെ വീക്കായ ഒരാളെ മാത്രമേ വെക്കുള്ളൂ. കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറിക്ക് ഭീഷണിയാവുന്ന തരത്തിലുള്ള ഒരു KPCC പ്രസിഡന്റിന് അവർക്ക് വേണ്ട എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ ആരോഗ്യമില്ലാത്തത് കെ സുധാകരന് മാത്രമല്ല, AICCയുടെ സ്ട്രക്ചറിന് കൂടിയാണ് ആരോഗ്യമില്ലാത്തത്. പരിഗണിക്കേണ്ട ഒരു കാര്യമാണ്. KPCC പ്രസിഡന്റായി ആര് വരണം എന്ന് തീരുമാനിക്കുമ്പോൾ ഇങ്ങനെ ചില ആംഗിളുകൾ കൂടി, അതായത് യാതൊരു അലോസരവും ഉണ്ടാക്കാത്ത ഒരാൾ എന്ന ഒരു പരിഗണനയാണോ, സാമുദായിക പരിഗണന എന്ന് പറയുകയും യഥാർത്ഥത്തിലുള്ള പരിഗണന വേറെ ആവുകയുമാണോ എന്ന സംശയം സ്വാഭാവികമായും ചില ആളുകളെങ്കിലും ഉന്നയിക്കുന്നുണ്ട്. ശ്രീ നിസാം സെയ്ദ്, കെ സുധാകരൻ ഡൽഹിയിൽ പോകുന്നു, അദ്ദേഹം മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. വളരെ വാമായിട്ടാണ് സ്വീകരിക്കപ്പെട്ടത് അവിടെ സുധാകരൻ. അദ്ദേഹത്തോട് പാർട്ടിയുടെ തീരുമാനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ചർച്ച അവിടെ നടക്കുന്നു. അതിനുശേഷം തിരികെ ഈ പറഞ്ഞ വാംത്ത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ മടക്കി അയക്കുന്നത്. എന്ന് പറഞ്ഞാൽ വളരെ സ്നേഹത്തോടുകൂടിയും പരിഗണനയോടുകൂടിയും കൈകാര്യം ചെയ്ത് കെ സുധാകരനെ കൺവിൻസ് ചെയ്താണ് ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് അയക്കുന്നത്. അപ്പോൾ അന്ന് കൃത്യമായി AICC വിചാരിച്ചിട്ടുണ്ടാവുക കേരള പാർട്ടിയെ സംബന്ധിച്ച ഒരു സുപ്രധാനമായ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ്. പക്ഷേ കേരളത്തിൽ തിരികെ എത്തിയ കെ സുധാകരൻ അദ്ദേഹത്തിൻ്റെ നിലപാട് മാറ്റുകയാണ്. അദ്ദേഹം ഞാൻ പാർട്ടി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിയില്ല എന്ന് വരികൾക്കിടയിലൂടെ വ്യക്തമാക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? അദ്ദേഹം ഡൽഹിയിൽ നടന്ന ചർച്ചകളിൽ ബോധ്യപ്പെട്ട കാര്യങ്ങൾ തിരുവനന്തപുരത്ത് വന്നപ്പോൾ മറന്നത് എന്തുകൊണ്ടായിരിക്കും? അഭിലാഷ്, ഡൽഹിയിലെ മീറ്റിംഗ് കണ്ടാൽ നമുക്കറിയാം അതൊരു ഫെയർവെൽ മീറ്റിംഗ് ആണ്. സാധാരണ PCC പ്രസിഡന്റുമാരെ സ്വീകരിക്കുന്ന ഒരു രീതിയിലല്ല മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തെ സ്വീകരിച്ചത്. രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ ആലിംഗനം ചെയ്ത് അകത്തേക്ക് കൊണ്ടുപോകുന്നു. മീറ്റിംഗ് കഴിഞ്ഞ് മല്ലികാർജ്ജുൻ ഖാർഗെ അദ്ദേഹത്തെ ആശ്ലേഷിച്ചുകൊണ്ട് തിരികെ കൊണ്ട് ഇറക്കി വിടുന്നു. അതൊരു കൃത്യമായ ഒരു ഫെയർവെൽ മീറ്റിംഗ് ആണ്. നമുക്കൊക്കെ മനസ്സിലാകുന്നത് അദ്ദേഹത്തോട് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പൂർണ്ണ സമ്മതത്തോടുകൂടി അല്ലെങ്കിലും ഹൈക്കമാൻഡിൻ്റെ തീരുമാനങ്ങൾ അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന സന്ദേശം അദ്ദേഹം നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. പിന്നെ അദ്ദേഹം തിരുവനന്തപുരത്ത് വരുന്ന സമ്മേളിക്കുമ്പോൾ അതിനുശേഷം അദ്ദേഹം ആദ്യം നടക്കുന്ന പത്രസമ്മേളനത്തിൽ പറയുന്നത് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം എന്താണെങ്കിലും ഞാനത് അനുസരിക്കാൻ തയ്യാറാണെന്നാണ്. പിന്നീട് തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ മറ്റു ചില ആളുകളുടെ പ്രേരണയിലാണെന്ന് പറയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ മാറ്റമുണ്ടാകുന്നു. പക്ഷേ അപ്പോഴും അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്, ഞാൻ തുടരാൻ എനിക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നത് തെറ്റാണെങ്കിലും ഹൈക്കമാൻഡ് മാറാൻ പറഞ്ഞാൽ ഞാൻ അപ്പോഴും മാറാൻ തയ്യാറാണ് എന്നുള്ള ഒരു അഭിപ്രായം അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ചില പ്രഷർ ടാക്ടിക്സുകൾ ഉപയോഗിക്കുന്നു. അവസാന നിമിഷം എന്തെങ്കിലും നടക്കുമോ എന്ന് അദ്ദേഹം ശ്രമിക്കുന്നു. ആ ശ്രമം വിജയിച്ചില്ലെങ്കിൽ ഞാൻ പാർട്ടിയുടെ ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കും എന്നൊരു നിലപാടിലേക്ക്, അത് അദ്ദേഹത്തിൻ്റെ മാത്രം ഒരു അഭിപ്രായമാണ് എന്ന് കരുതില്ല, മറ്റു ചില ആളുകളും അദ്ദേഹത്തെ പ്രേരിപ്പിച്ച് അത് പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ തീരുമാനം എങ്ങനെ പറഞ്ഞു. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശ്രീ നിസാം സെയ്ദ്, രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയും കെ സുധാകരനോട് കൃത്യമായി ആശയവിനിമയം നടത്തി അദ്ദേഹത്തെ ബോധിപ്പിച്ച കാര്യം, അദ്ദേഹത്തിന് താങ്കൾ പറഞ്ഞതുപോലെ കൃത്യമായി ആ ശരീരഭാഷ വളരെ വ്യക്തമായിരുന്നു. ഒരു ഫെയർവെൽ കൊടുത്ത് വിട്ടതിന് ശേഷം ഇവിടെ അദ്ദേഹം വന്നതിന് ശേഷം മറ്റാരെങ്കിലും ഒക്കെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിരിക്കണമല്ലോ. കെ സുധാകരൻ KPCC പ്രസിഡന്റായി തുടർന്നാൽ മാത്രം നിലനിൽപ്പുള്ള ആരെങ്കിലുമൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നതല്ല, ഈ തീരുമാനങ്ങളൊക്കെ ഏതെങ്കിലും ചില വ്യക്തികളുടെ പ്രേരണകൾ കൊണ്ടോ ചില ഗ്രൂപ്പുകളുടെ സമ്മർദ്ദം കൊണ്ടോ ആരെങ്കിലും കത്ത് കൊടുത്തിട്ടുണ്ടോ ഒന്നുമാണെന്ന് പറയുന്നതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടെന്ന് ഞാൻ കരുതില്ല. കഴിഞ്ഞ കുറേ നാളായി സുനിൽ കനകൂലുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം കേരളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവർ കേരളത്തിൽ നിന്ന് വ്യാപകമായ അഭിപ്രായ ശേഖരണം നടത്തുന്നുണ്ട്. ആ അഭിപ്രായ ശേഖരണത്തിൻ്റെ ഫലമായി അവർ AICCക്ക് റിപ്പോർട്ട് തന്നിട്ടുണ്ട്. ഏത് തരത്തിലുള്ള ആളാണ് KPCC പ്രസിഡന്റ് ആകണം എന്ന് ജനം പ്രതീക്ഷിക്കുന്നു എന്ന റിപ്പോർട്ട് അവർ AICCക്ക് നൽകിയിട്ടുണ്ട്. അവർ വ്യാപകമായ ആളുകളെ കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ 3 പ്രാവശ്യം അവരുടെ 3 ടീം വന്ന് കണ്ടിട്ടുണ്ട്. രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന പല ആളുകളും ഞാൻ
പല ആളുകളുമായി സംസാരിച്ച് അവരെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം വ്യാപകമായ അഭിപ്രായ ശേഖരണത്തിന് ശേഷം എത്തിയിട്ടുള്ള ഒരു തീരുമാനമാണിത്. അതുപോലെ തന്നെയാണ് കേരളത്തിൻ്റെ ചാർജുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ടിലും കേരളത്തിലെ കോൺഗ്രസ് സംഘടന അനിവാര്യമാണ്, അത് ഉടനെ തന്നെ നടത്തേണ്ടതാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതൊന്നും ഏതെങ്കിലും ഒരു സമുദായ ഗ്രൂപ്പ് സമ്മർദ്ദം ചെലുത്തുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും അച്ഛന്മാർ കത്ത് കൊടുത്തിരിക്കുന്നു, ബിഷപ്പുമാർ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഈ സംവിധാനം എങ്ങനെയാണ് നീങ്ങുന്നതെന്ന് തികച്ചും അജ്ഞരായ ആളുകളുടെ അഭിപ്രായ പ്രകടനമാണ്. ഇത് വളരെ സയൻറ്റിഫിക്കായ പഠനത്തിന് ശേഷം എത്തിച്ചേരുന്ന ചില തീരുമാനങ്ങളും ആ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ സ്വാഭാവികമായ ചില താമസങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതേ ഉള്ളൂ. ആ സ്വാഭാവികമായ താമസങ്ങൾ കോൺഗ്രസിൻ്റെ ഒരു രീതിയാണ്. കോൺഗ്രസ് നമുക്കറിയാം എപ്പോഴും ശരിയായ തീരുമാനങ്ങൾ ശരിയായ സമയത്ത് എടുക്കുന്ന ഒരു പാർട്ടിയല്ല. കോൺഗ്രസിൻ്റെ തീരുമാനങ്ങൾ പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്ത് ചർവിത ചർവണമാക്കിയൊക്കെയാണ് ഒരു തീരുമാനം. ചിലപ്പോൾ അത് ഗുണം ചെയ്യും. കാര്യം ഈ അഭിപ്രായത്തിനോട് എതിരുള്ളവർ, അഭിപ്രായ വ്യത്യാസമുള്ളവർ ഈ തീരുമാനം എടുക്കുന്നതിന് മുൻപ് തന്നെ അഭിപ്രായ വ്യത്യാസം പ്രകടമാക്കി അതിൻ്റെ ഒരു സ്കോപ്പ് എക്സോസ്റ്റ് ചെയ്ത് പൂർണ്ണമായ അഭിപ്രായ ഐക്യത്തോടെ പ്രവർത്തനത്തിലേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടാകും. ഇപ്പം ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഇവിടെ 1-2 പേരുകൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആ പേരുകളൊക്കെ ആരെങ്കിലും നിർദ്ദേശിച്ചിട്ടാണ്, ആരെങ്കിലും സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് എന്നൊക്കെ പറയുന്നത് തീർത്തും അസംബന്ധമാണ്. ആ പേരുകളിലേക്ക് എത്തിയിരിക്കുന്നത് കൃത്യമായ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, കൃത്യമായ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ്. ആ റിപ്പോർട്ടുകൾ പറയുന്നത് കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളിൽ ചില നടപടികൾ കോൺഗ്രസ് സ്വീകരിക്കേണ്ടതുണ്ട്. ആ നടപടികൾ സ്വീകരിക്കേണ്ടത് തീർച്ചയായും സാമുദായിക മാനദണ്ഡങ്ങൾ, സാമുദായിക ഘടകങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെയാവണം. ശരി, ആ സാമുദായിക ഘടകങ്ങളെ കുറിച്ച് നമുക്കൊരു റൗണ്ട് ആ വിഷയം മാത്രമായി ചർച്ച ചെയ്യാം. ഓക്കെ, ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ എബ്രഹാം മാത്യു, ഇന്നലെ കെ സുധാകരൻ തുറന്നു തന്നെ മാധ്യമങ്ങൾക്കെല്ലാം ഇന്റർവ്യൂ കൊടുത്തു. അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, എന്നെ ആരോഗ്യമില്ലാത്ത ഒരാളാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടത്തുന്നു എന്നുള്ളതാണ്. എനിക്ക് ആരോഗ്യമില്ല എന്ന് ചില ആളുകൾ വരുത്തി തീർക്കുകയാണ്. അതിന് പിന്നിലുള്ള ആളുകൾ ആരാണ്? പാർട്ടിയിലുള്ള ആളുകൾ തന്നെയാണ്. അത് ആരാണ് എന്ന് എനിക്കറിയാം, ഞാനിപ്പോൾ അത് പറയുന്നില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ കെ സുധാകരൻ വിചാരിക്കുന്നത് അദ്ദേഹത്തിനെതിരെ ഒരു പടയൊരുക്കം സ്വന്തം പാർട്ടിക്കകത്ത് നടക്കുന്നു. അതിൻ്റെ അന്തിമ ഫലശ്രുതി എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിന്റെ സ്ഥാനനഷ്ടം എന്നുള്ളതാണ്. അത് പൂർണ്ണമായും വസ്തുതയാണോ? പക്ഷേ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ സ്ഥാനനഷ്ടത്തിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. സ്ഥാനനഷ്ടം സംഭവിക്കാൻ പോകുന്നതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹം ആരോഗ്യമുണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടി തൻ്റെ ജിംനേഷ്യത്തിൻ്റെ ദൃശ്യങ്ങൾ ആളുകളെ കാണിക്കുകയുണ്ടായി. പഴയകാലത്ത് ഇപ്പോൾ KP ഉണ്ണികൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വന്നപ്പോൾ ഒരു ട്രക്ക് നിറയെ പുസ്തകങ്ങളാണ് കൊണ്ടുവന്നത്. അല്ലെങ്കിൽ VK കൃഷ്ണമേനോൻ പെൻഗിൻ ബുക്സിൻ്റെ പത്രാധിപരായിരുന്നു എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു കാലത്തെ വലിയ നേതാക്കൾ അവരുടെ അറിവും വിജ്ഞാനവും പുസ്തകശേഖരവും ഒക്കെയാണ് പൊതുജനങ്ങളെ കാണിച്ചിരുന്നത്. അദ്ദേഹം ഒരു ജിംനേഷ്യം ഡമ്പലെടുത്ത് കാണിച്ചിട്ട് എൻ്റെ ആരോഗ്യം പോയില്ല എന്ന് പറഞ്ഞപ്പോൾ ആ പാർട്ടി തന്നെ നേരത്തെ നിസാം സെയ്ദ് പറഞ്ഞതുപോലെ റിപ്പോർട്ട് പോയിട്ടുണ്ടാവാം. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഒരു ആശയാടിത്തറയിലുള്ള ഒരു KPC പ്രസിഡന്റ് ആയിരുന്നില്ല എന്നുള്ളത് കൂടി നമ്മൾ വിലയിരുത്തേണ്ടത്. കോൺഗ്രസിൻ്റെ നിലപാടെന്താണ്? കോൺഗ്രസിൻ്റെ മുഖ്യശത്രു BJP ആണോ CPM ആണോ എന്ന കാര്യത്തിലൊക്കെ സുധാകരൻ്റെ വരവോടുകൂടി ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. BJP അല്ല മുഖ്യശത്രു എന്ന നിലയിലേക്ക് അദ്ദേഹത്തിൻ്റെ നിലപാടുകളും പ്രവർത്തനങ്ങളും ഒക്കെ നമ്മെക്കൊണ്ട് എത്തിക്കുകയും ചെയ്തു. ഇവിടെ പറഞ്ഞിരുന്ന മറ്റൊരു കാര്യം, ഈ കത്തോലിക്ക സഭ ഇടപെട്ടു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ പലയിടത്തും വരുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ കേരളത്തിലെ ഒരു KPCC പ്രസിഡന്റ് കാര്യത്തിൽ കത്തോലിക്ക സഭയ്ക്ക് അങ്ങനെ പ്രത്യേക താല്പര്യം ഉണ്ടാകും. ആരെയും വ്യക്തിപരമായിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ഒരു പൊതു അഭിപ്രായം കത്തോലിക്ക സഭയുടെ ഔദ്യോഗികമായിട്ട് വരാൻ സാധ്യത തീരെ കുറവാണ്. അവരുടെ ആഗോള സഭയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിലെ ഭരണമാറ്റവും കേന്ദ്രത്തിലെ നയരൂപീകരണവും ഒക്കെ ആവാം കുറച്ചുകൂടി അവരെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങൾ. ഒരു സംസ്ഥാന ഘടകത്തിലെ KPCC അധ്യക്ഷനെ കൊണ്ട് കാത്തോലിക്ക സഭയ്ക്ക് പ്രത്യേക കാര്യങ്ങളൊന്നുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് കാരണം സഭയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർ ഏറ്റവും കൺസേൺഡ് ആകുന്നത് ആ സഭയിൽ അംഗങ്ങളാവാൻ ആളുകളില്ല, പോപ്പുലേഷൻ കുറഞ്ഞു, പുതിയ ആളുകളില്ല, പള്ളികളിൽ ആളുകൾ കുറയുന്നു. യൂറോപ്പിലൊക്കെ സംഭവിച്ചതുപോലെ പള്ളിയിൽ ആളുകളില്ല, വന്യജീവി കർഷക പ്രശ്നം, ഇതൊക്കെ അവരെ ബാധിക്കുന്ന അടിസ്ഥാന വിഷയങ്ങളാണ്. ഇതിനകത്തൊക്കെ കോൺഗ്രസ് പ്രത്യേകിച്ച് ഈ വന്യജീവി കർഷക പ്രശ്നത്തിലൊക്കെ കോൺഗ്രസ് എന്ത് നിലപാടെടുത്തു? അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അത്തരം പ്രശ്നങ്ങൾ, സാമൂഹിക ഇഷ്യൂസാണ് അവർ ഉയർത്തി കാണിക്കുന്നത്. AO BO വരുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരങ്ങനെ വിചാരിച്ചില്ലെങ്കിൽ കോൺഗ്രസ് ഒരു ക്രിസ്ത്യൻ ഔട്ട്റീച്ചിന്റെ ഭാഗമായിട്ട് കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു പ്രസിഡന്റിനെ നിയമിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ടോ? നമ്മൾ ഇതുവരെയുള്ള
കോൺഗ്രസിന്റെ നേതൃനിരയെടുത്താൽ തന്നെ ഇപ്പോൾ AK ആന്റണി കത്തോലിക്കനായിരുന്നു, പക്ഷെ അദ്ദേഹം ഒരിക്കലും പള്ളിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിന്നിരുന്ന അല്ലെങ്കിൽ അതിന്റെ വാത്സല്യത്തിൽ കഴിഞ്ഞിരുന്ന ഒരാളല്ല. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ സ്വന്തം സഭ, എനിക്ക് ഓർമ്മയുണ്ട്, പുതുപ്പള്ളി ഹൗസിലേക്ക് ഒരിക്കൽ ഓർത്തഡോക്സ് സഭയുടെ യുവാക്കൾ ഉമ്മൻചാണ്ടി ഓർത്തോളൂ ശാപം വാങ്ങിക്കൂട്ടലേ എന്ന് മുദ്രാവാക്യം വിളിച്ച് പ്രകടനം നടത്തുന്നുണ്ട്. അപ്പോൾ ഒരു സമുദായത്തിന്റെ പ്രതിനിധി ഏതെങ്കിലും ഒരു താക്കോൽ സ്ഥാനത്ത് എത്തി എന്ന് കരുതി ആ സമുദായം ആകെ അപ്പാടെ ഏതെങ്കിലും തരത്തിലൊരു ഇക്വേഷനിൽ വരുമെന്ന് പറയുന്നതിൽ കാര്യമുണ്ടോ? പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. മാത്രമല്ല, ഒരു കാലത്ത് ഈ കത്തോലിക്കർക്ക് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത വളരെ കാര്യമായിട്ടുണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നിരിക്കാം, ഉണ്ടായിട്ടുണ്ട്, അതിനുള്ള സൂചനകളുമുണ്ട്. എന്നാൽ കാലം മാറിയിരിക്കുന്നു, അത്തരം നിലപാടുകളൊക്കെ മാറിയില്ല. ഇപ്പോൾ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ച് ഏറ്റവും നല്ലൊരു പഠനം ചിന്ത പ്രസിദ്ധീകരിച്ചതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ വായിച്ചു അത്. ചിന്തയിൽ ഒരു മാർപ്പാപ്പയെക്കുറിച്ച് ഇത്രയും കാർൽ മാർക്സിന് കൊടുക്കുന്ന പ്രാധാന്യത്തോടു കൂടി ലേഖനങ്ങൾ വരികയാണ്. MA ബേബിയുള്ള ആളുകൾ ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ച് പലപ്പോഴും പലയിടത്തും പാർട്ടി വേദികളിലൊക്കെ പ്രസംഗിക്കുന്നു. അങ്ങനെ ഈ കത്തോലിക്ക സഭയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും തമ്മിലുള്ള ഉണ്ടെന്ന് പറയപ്പെടുന്ന വലിയൊരു ആ ഒരു ഗ്യാപ്പ് ഏറെക്കുറെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിൽ ഒരുപാട് സോഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഈ ദൈവബോധത്തെക്കുറിച്ചും പള്ളി സങ്കല്പത്തെക്കുറിച്ചുള്ള പുതിയ കാഴ്ചപ്പാടിൽ ലിബറേഷൻ തിയോളജി പോലുള്ള പുതിയ മൂവ്മെൻറ്റുകൾ വന്നപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അങ്ങനെ കണ്ണുമടച്ച് എതിർക്കപ്പെടേണ്ടതല്ല എന്നൊരു ബോധ്യം, ഒരു തോന്നൽ, ഒരു അവബോധം കത്തോലിക്ക മേഖലയിലും വിശ്വാസികൾക്കിടയിലും വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരാൾ, ഒരു കത്തോലിക്ക സഭയിൽ പെട്ട ഒരാൾ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആയതോടുകൂടി ആ സഭയ്ക്ക് എന്താ പ്രത്യേകിച്ച് പ്രയോജനമുള്ളത്? എന്താണ് അത് ഒരു അശാസ്ത്രീയമായിട്ടുള്ള നിരീക്ഷണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇപ്പം പറയപ്പെടുന്ന ആളിനെ വെറും ഒരു കത്തോലിക്കനാക്കി മാറ്റി അദ്ദേഹത്തിൻ്റെ ഒരു യശസ് കുറയ്ക്കാൻ വേണ്ടി, അതിൽ അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം കുറയ്ക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ തന്നെ ആളുകളുണ്ടാവാം. അപ്പോൾ അതിൻ്റെ ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, അവിടെ ശ്രീ NP ചെക്കുട്ടി, ഒന്ന് ആന്റോ ആന്റണി DCC പ്രസിഡന്റ്, കോൺഗ്രസിന്റെ അതുപോലെ തന്നെ അതിന്റെ ബഹുജന സംഘടനകളുടെ വിവിധ ഭാരവാഹിത്വം 2009 മുതൽ MP ആയി ഇരിക്കുന്ന ആൾ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു സമുദായ മേൽവിലാസം എന്നുള്ളതിനപ്പുറത്ത് കൃത്യമായി പാർട്ടി മേൽവിലാസം ഉണ്ട്. അദ്ദേഹത്തിലേക്ക് എത്തുക എന്ന പ്രക്രിയ കോൺഗ്രസ് ഈ സമുദായം നോക്കി മാത്രമാണ് നടത്തുന്നത് എങ്കിൽ അത് ആത്യന്തികമായി ഗുണമായി ഭവിക്കുമോ? ഇപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് ചെന്നിട്ടുള്ള പല ഫീഡ്ബാക്കുകളുണ്ട്, അതിൽ വ്യത്യസ്തങ്ങളായ നിരീക്ഷണങ്ങളുണ്ട്. K മുരളീധരൻ വളരെ ഓപ്പണായി തന്നെ ഇപ്പോഴുള്ള KPCC പ്രസിഡന്റ് തുടരട്ടെ, K സുധാകരൻ തുടരട്ടെ എന്ന് പറയുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പാൻഡോറയുടെ പെട്ടി തുറക്കുക എന്ന് പറഞ്ഞതുപോലെ ഈ സാമുദായികമായ കാര്യങ്ങളൊക്കെ സമൂഹത്തിലേക്ക് ഇന്ന ക്രൈറ്റീരിയ വെച്ചിട്ടാണ് കോൺഗ്രസിന്റെ പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുക എന്ന മട്ടിലൊക്കെ ചർച്ചകൾ പോകുന്നത് ആശാസ്യമായിരിക്കുമോ? ഒന്നാമത്തെ കാര്യം, യഥാർത്ഥത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ KPCC അധ്യക്ഷന്മാരുടെ കാര്യത്തിൽ ഇങ്ങനെയുള്ള ഓരോ കോൺഫ്ലിക്ട്സുകൾ, കൺഫ്യൂഷൻസ് ഉണ്ടാവാറാണ്. അപ്പം VM സുധീരൻ വന്നു, വളരെ ശക്തനായിട്ടുള്ള, വളരെ കരുത്തനായിട്ടുള്ള KPCC അധ്യക്ഷനായിരുന്നു. എങ്ങനെയാണ് സുധീരൻ ആ സ്ഥാനം വിട്ടുപോയെന്ന് നമുക്കൊക്കെ അറിയാം. അദ്ദേഹം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയുണ്ടായിട്ടുണ്ടായത്. മുല്ലപ്പള്ളി രാമേന്ദ്രൻ, അദ്ദേഹവും ആ തരത്തിലൊരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയിട്ടാണ് അദ്ദേഹം അത് ഉപേക്ഷിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലീഡർഷിപ്പിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ വളരെ സ്വാഭാവികമായിട്ടുള്ളതാണ്. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ സ്വാഭാവികമായിട്ടും പാർട്ടിക്ക് അകത്ത് ചർച്ച ചെയ്യപ്പെടും, പാർട്ടിക്ക് പുറത്ത് ചർച്ച ചെയ്യപ്പെടും, മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടും. സമ്മർദ്ദ ശക്തികൾ, സമ്മർദ്ദ ഗ്രൂപ്പുകൾ പലതരത്തിലുള്ള തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഇപ്പം നടക്കുന്നുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഇതിനെ ഒഴിവാക്കാൻ കഴിയില്ല, കാരണം അവർ അത്തരത്തിലൊരു പാർട്ടിയാണ്. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം എന്താണ്? ഇവിടെയുള്ള രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്നെനിക്ക് തോന്നുന്നത് സുധാകരനടക്കമുള്ള ലീഡർഷിപ്പ്, അവർക്ക് ആരോഗ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ വിഷയം. പക്ഷേ അവരൊരു 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ കേരള രാഷ്ട്രീയത്തിലേക്ക് വന്ന ആളുകളാണ്. ഇവരൊക്കെ ഒരു തലശ്ശേരിയിലെ ബ്രണ്ണൻ കോളേജിലെ പഴയ സ്പെഷ്യൽ ആക്ഷൻ്റെ കാലത്തുണ്ടായിരുന്ന രാഷ്ട്രീയമാണ് അവർ കൈകാര്യം ചെയ്തത്. നമ്മുടെ കാലം മാറിയിട്ടുണ്ട്, കേരളം മാറിയിട്ടുണ്ട്, കേരളീയ സൊസൈറ്റി മാറിയിട്ടുണ്ട്, തലമുറ മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറേ കൂടി നമ്മുടെ സോഷ്യൽ റിയാലിറ്റിയോട് ഇൻട്രാക്ട് ചെയ്യാൻ കഴിയുന്നില്ല, അതിനോട് പോസിറ്റീവായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന, അതിനോട് സജീവമായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു പുതിയ തലമുറ ലീഡർഷിപ്പിനെ കൊണ്ടുവന്നേ പറ്റുള്ളൂ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് ഇപ്പോഴും ചെയ്തില്ല, പിന്നെ ഒരിക്കലും അവർ ചെയ്യാൻ കഴിയില്ല. മറ്റു പാർട്ടികളുടെ സ്ഥിതി എന്താണ്? CPM-നെ സംബന്ധിച്ചിടത്തോളം എത്രയോ ലീഡർഷിപ്പിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്, വലിയ തോതിലുള്ള മാറ്റങ്ങളാണ് CPM-ൽ വന്നിരിക്കുന്നത്. ജനറൽ സെക്രട്ടറി ആയാലും ശരി, സംസ്ഥാന സെക്രട്ടറി ആയാലും ശരി, അവരൊക്കെ തന്നെ വളരെ ഒരു പുതിയ മുഖങ്ങളാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ BJP നോക്കുക.
ബി ജെ പിയുടെ ലീഡർഷിപ്പിലേക്ക് വന്നിരിക്കുന്ന ഒരു ടെക്നോക്രാറ്റ് ആയിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു പുതിയ സൊസൈറ്റിയുമായിട്ട് കേരളത്തിൽ ഇന്ന് വരുന്ന ആസ്പിറേഷണൽ ആയിട്ടുള്ള ഒരു യങ്ങർ ജനറേഷനുമായിട്ട് വളരെയേറെ താതാൽപ്യം പ്രാപിക്കാൻ കഴിയുന്ന, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു പുതിയ ലീഡർഷിപ്പിനെ കൊണ്ടുവരുന്നതിൽ ഈ പാർട്ടികളൊക്കെ വിജയിക്കുന്നുണ്ട്. കോൺഗ്രസിന് ആ തരത്തിലുള്ള ഒരു ലീഡർഷിപ്പ് ഉണ്ടായേ പറ്റുള്ളൂ. അപ്പോൾ അതിന് പറ്റിയ മിഡിൽ ലെവൽ ലീഡർഷിപ്പ് എന്നുള്ള ആളുകളാണ് അവർ നോക്കുന്നത്. സ്വാഭാവികമായിട്ടും ആന്റോ ആന്റണി ആയാലും ശരി, മറ്റാളുകളായാലും ശരി, അവരൊക്കെ തന്നെ ആ ഒരു മിഡിൽ ലെവൽ ലീഡർഷിപ്പിൽ നിന്ന് ഹയർ ലീഡർഷിപ്പിലേക്ക് വരാൻ യോഗ്യരായിട്ടുള്ള ആളുകളാണ്. അതിനപ്പുറം സ്വാഭാവികമായിട്ടും ഈ പൊതുവിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഇപ്പോൾ കിട്ടേണ്ടതായിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുന്ന കിട്ടിയിട്ടില്ലാത്ത ഒരു റെപ്രസെൻറ്റേഷൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ പേരുകൾ വരുന്നത് ഞാൻ കരുതുന്നത്. അല്ലാതെ മറ്റേതെങ്കിലും അവർ കത്തോലിക്കരായതുകൊണ്ടാണോ യക്കോബായ ആയതുകൊണ്ടോ അതൊന്നുമല്ല. മറിച്ച് ആ തരത്തിലുള്ള പാർട്ടിക്കകത്ത് ശക്തമായിട്ടുള്ള ഒരു പുതിയ ലീഡർഷിപ്പിന് കൊടുക്കാൻ ശേഷിയുള്ള ഒരു മിഡിൽ ലെവൽ ലീഡർഷിപ്പിൽപ്പെട്ട ആളുകളാണ് അവർക്ക്. അവർ ഹയർ ലെവലിലേക്ക് വരണം, അതിന് യോഗ്യത അവർക്കുണ്ട്. ആ നിലയിലാണ് ഹൈക്കമാൻഡ് അതിനെ കണ്ടിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. കത്തോലിക്കരാണോ എന്നുള്ളത് അല്ല വിഷയം, പക്ഷേ കത്തോലിക്കരായിട്ടുള്ള ആളുകളെ കൂടി ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് പാർട്ടിക്ക് വളരെ പരമപ്രധാനമാണ്. ചർച്ചയിലേക്ക് വേണ്ടും ഡോക്ടർ പ്രേംകുമാർ, കോൺഗ്രസിന് പരമ്പരാഗതമായി ബേസ് ഉള്ള സംസ്ഥാനമാണ് കേരളം. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ തകർച്ച നേരിട്ടെങ്കിലും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി പിടിച്ചു നിൽക്കുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായിട്ട് 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളായിട്ട് കോൺഗ്രസിന് ഭരണമില്ല എന്ന പ്രശ്നം കോൺഗ്രസിനെ തുറച്ചു നോക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് സ്ട്രക്ചറലായ ഒരു മാറ്റത്തിന് ധൈര്യം കാണിക്കാത്തതെന്ന ഒരു മൗലികമായ ചോദ്യമുണ്ട്. മറ്റ് പല സംസ്ഥാനങ്ങളിലും, തെലങ്കാന ഇതുപോലെ കോൺഗ്രസിന് ബേസ് ഉണ്ടായിരുന്ന സംസ്ഥാനമായിരുന്നു. സംസ്ഥാന വിഭജനത്തെ തുടർന്ന് ആകെ തകർന്ന് തരിപ്പണമായി നാമാവശേഷമായി നിൽക്കുമ്പോൾ 2021 രേവന്ത് റെഡ്ഡിയെ അവിടെ PCCയുടെ കടിഞ്ഞാണ് ഏൽപ്പിക്കുന്നത്. 2 കൊല്ലത്തിനകം അദ്ദേഹം തെരഞ്ഞെടുപ്പ് ജയിച്ചു കാണിച്ചു, മുഖ്യമന്ത്രിയായി. കോൺഗ്രസിന് സ്വന്തം ഉദാഹരണത്തിൽ നിന്ന് തന്നെ അനുകരിക്കാവുന്ന ഒരു കാര്യം. മധ്യപ്രദേശും ഛത്തീസ്ഗഡും കോൺഗ്രസിന് ഭരണമുണ്ടായിരുന്ന 2 സംസ്ഥാനങ്ങളായിരുന്നു. അവിടെ രണ്ടും വലിയ എന്താ പറയുക, കോൺഗ്രസിന്റെ പഴയകാല പടക്കുതിരകൾ കമൽനാഥ്, ദിഗ്വിജയ് സിംഗ് തുടങ്ങിയ ആളുകളൊക്കെയാണ് മധ്യപ്രദേശ് രാഷ്ട്രീയത്തെ അടക്കി വാഴുന്നത്. നമുക്കറിയാം, അവിടെ ജിത്തു പട്വാരിയെ പോലുള്ള ഒരാളെ PCC പ്രസിഡന്റാക്കി കോൺഗ്രസ് ഒരു ബോൾഡ് ആയിട്ടുള്ള സ്റ്റെപ്പ് എടുത്തു. അതുപോലെ തന്നെ ഛത്തീസ്ഗഡ് ദീപക് ബൈജി. ഇങ്ങനെ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് വേരുകളുള്ള, അവർക്ക് ബേസ് ഉള്ള ഇടങ്ങളിൽ ധൈര്യപൂർവ്വം പരീക്ഷണം നടത്താൻ പരാജയങ്ങളുടെ സാഹചര്യത്തിൽ എങ്കിലും സാധിച്ചു എങ്കിൽ കേരളത്തിൽ അത് പറ്റുന്നില്ല എന്ന് വേണമോ മനസ്സിലാക്കാൻ? എന്തുകൊണ്ടാണ് PC വിഷ്ണുനാഥിനെ അല്ലെങ്കിൽ മാത്യു കുഴൽനാടനെ, അതല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു യുവ നേതാവിനെ ഷാഫി പറമ്പിലിനെ ഒക്കെ ആലോചിക്കാൻ, PCC പ്രസിഡന്റ് ആക്കാൻ മറ്റ് സംസ്ഥാനങ്ങളുടെ മാതൃക പോലെ കഴിയാത്തതെന്ന് താങ്കൾക്ക് തോന്നുന്നു? അല്ല, അത് കഴിയാത്തതിന്റെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. എന്താണെന്ന് വെച്ചാൽ, ഈ ആരാണോ ആ പുതിയൊരു KPCC പ്രസിഡന്റിനെ തീരുമാനിക്കുന്നതിൽ നിർണായക സ്വാധീനമുള്ള കേരളത്തിൽ നിന്ന് തന്നെയുള്ള ഹൈക്കമാൻഡിലുള്ള KC വേണുഗോപാൽ എന്ന് പറഞ്ഞ ഒരാൾക്ക് അദ്ദേഹത്തെക്കാൾ തലപ്പൊക്കത്തിൽ 1-2 വർഷം കൊണ്ട് എത്തിച്ചേരാവുന്ന ഒരാളെ, അത് ഷാഫി പറമ്പിലായിരുന്നാലും വിഷ്ണുനാഥ് ആയിരുന്നാലും K മുരളീധരനായിരുന്നാലും ശശി തരൂരായിരുന്നാലും, അങ്ങനെയുള്ള ഒരാളെ വാഴിക്കുന്നത് ഇഷ്ടമല്ല എന്നുള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ ലളിതമായ കാര്യം. പിന്നെ എനിക്കിപ്പോഴും മനസ്സിലാവാത്ത കാര്യമാണ്, നിങ്ങൾ സ്ട്രക്ചറൽ ചേഞ്ച് എന്ന് അഭിലാഷ് പറഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം പറയുമ്പോൾ നമ്മൾ പറയാ കോൺഗ്രസ് ജനാധിപത്യ പാർട്ടിയാണെന്നാ. എന്താണ് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്ന് എനിക്കറിയില്ല. കാരണം സംഘടനാ സമ്മേളനങ്ങൾ നടത്താൻ ശേഷിയില്ലാതെ, സംഘടനാ തെരഞ്ഞെടുപ്പ് എന്താ പറയുക ദശാബ്ദങ്ങളായി നടത്താത്ത ഒരു പാർട്ടിയെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത് ജനാധിപത്യ പാർട്ടിയാണെന്ന്. എന്തിനു പറയാനുള്ള വാക്കാണോ ജനാധിപത്യം? പിന്നെ നിസാം സയ്യിദ് പറഞ്ഞ് ഞാൻ വളരെ രസത്തോടെ കേൾക്കുകയായിരുന്നു. വളരെ സയന്റിഫിക് ആയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നതെന്നാ. എനിക്കൊന്ന് കഴിഞ്ഞ 1 വർഷം മുന്നെയാണ് CPM-ന്റെ നേതാക്കൾ കോൺഗ്രസിനെതിരെ ഈ വിമർശനം ഉന്നയിച്ചിരുന്നത്. കോൺഗ്രസിന്റെ നേതാവല്ലാത്ത ഒരു പ്രൈവറ്റ് ഏജൻസിയിൽപ്പെട്ട ഒരു സ്ട്രാറ്റജിസ്റ്റാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നുള്ളത് കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിനോ ഇന്ത്യൻ രാഷ്ട്രീയത്തിനോ ചേരാത്ത കാര്യമാണെന്ന് പറഞ്ഞു. നിസാം സയ്യിദ് ഇവിടുന്ന് പറയുന്നു കനകോലു അദ്ദേഹം അടക്കമുള്ള ആളുകളോട് പലവട്ടം സംസാരിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ തീരുമാനിച്ചത്. നോക്കൂ, ഒരു പാർട്ടിയുടെ ഒരു അവസ്ഥ നോക്കൂ നിങ്ങൾ. ഇത്രയും കാലവും ഇന്ത്യയെ ഭരിച്ചിട്ടുള്ള സംഘപരിവാറിനെതിരെയുള്ള ഇടത് ബദലിന് നേതൃത്വം കൊടുക്കേണ്ട ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ, ശാസ്ത്രീയമായി തെരഞ്ഞെടുക്കാൻ ഉത്തരവാദപ്പെടുത്തിയിരിക്കുന്നത് കനകുലു എന്ന് പറഞ്ഞ അദ്ദേഹം അതിൽ ഇൻവൈറ്റ് ചെയ്യാണ്, AICC ഇൻവൈറ്റ് ചെയ്യാണ്. ഞാൻ സമ്മതിക്കുന്നു, ഒരു എക്സ്റ്റേണൽ സ്ട്രാറ്റജിസ്റ്റിയാണ്. ഇതിന് മുന്നേ BJP-യുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന. അതിൽ ഇവർ അഭിമാനിക്കുകയാണ്, അത് ശാസ്ത്രീയമാണെന്ന് പറയാം. ഇതേ ശാസ്ത്രീയം പറയുന്ന കോൺഗ്രസിന്റെ തലപ്പത്തിരിക്കുന്ന K സുധാകരനാണ് അദ്ദേഹത്തിന്റെ കാല് പൊട്ടിക്കാൻ, തല പൊട്ടിക്കാൻ, കൈ തളർത്തിക്കളയാൻ കൂടോത്രം ചെയ്തിരുന്നു. അതിന്റെ തെളിവുകൾ ഇതേപോലെ ഇന്ത്യൻ പാർലമെന്റിലുള്ള ഒരു MP കുഴിച്ചെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. അന്ന് ഈ തീരുമാനത്തെ കളിയാക്കിയിരുന്നതും പരിഹസിച്ചിരുന്നതും വിമർശിച്ചിരുന്നതും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ അബിൻ വർക്കി ആയിരുന്നു. ഇന്ന് അംഗനവാടി തെരഞ്ഞെടുപ്പെല്ലാം നടക്കാൻ പോകുന്നതെന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റാണ് പറയുന്നത്. ഇതിനുള്ളിലുള്ള ആളുകൾ തന്നെയാണ് ഈ പറയുന്നത്. ഒരു സഭയ്ക്കോ ഒരു സാമുദായിക
സാമുദായിക സംഘടനയ്ക്കോ KPCC പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാനുള്ള അവകാശവും അധികാരവും കൊടുക്കുന്നത് ശരിയല്ല എന്ന് പറയുന്നത് മുൻ KPCC പ്രസിഡന്റായിട്ടുള്ള K മുരളീധരനാണ്. കോൺഗ്രസ്സുകാർക്കെങ്കിലും ഫോട്ടോ കണ്ടാലെങ്കിലും തിരിച്ചറിയാൻ പറ്റുന്ന ആളാവണം എന്ന് പറയുന്നത് നിസാം സെയ്ദ് പറയുന്ന ശാസ്ത്രീയമായ പഠനങ്ങളിലൂടെ തിരഞ്ഞെടുത്തിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്ത് NB ചേക്കുട്ടി പറയുന്ന മിഡിൽ ലെവൽ ലീഡേഴ്സിന് ഉയർത്തിക്കൊണ്ടുവരുന്ന ഈ പ്രോസസ്സിനെതിരെ ഇവർ തന്നെയാണ് പറയുന്നത്. പിന്നെ ഇതിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ശരിയായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളൊരു ശീലം ഇല്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ്. കോൺഗ്രസ് അങ്ങനെ സ്പെഷ്യാലിറ്റി ഉണ്ട്. തെറ്റായ സമയത്ത് ശരിയായ തീരുമാനം, ശരിയായ സമയത്ത് തെറ്റായ തീരുമാനം. എന്നാലും നമ്മൾ കോൺഗ്രസിന് ഇങ്ങനെ എന്താ പറയുക വലിയ സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. മൊത്തം പൊതുസമൂഹം കോൺഗ്രസിന് കൊടുക്കുന്ന ഇത്തരത്തിൽ കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ പ്രിവിലേജ് ഉണ്ടല്ലോ, എന്ത് വിവരക്കേടും പറയാം, എന്ത് തോന്നിവാസവും ചെയ്യാം. തോന്നിവാസം ഞാൻ പറയുന്നത് ഈ ബഹളത്തിൻ്റെ ഇടയ്ക്കും K സുധാകരനും K മുരളീധരനും മറന്നു പോവാതെ ചെയ്യുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം എന്താ പറയുക ഏതൊരു മനുഷ്യനെ പറ്റിയും പറയാൻ പറ്റില്ലാത്ത രീതിയിലുള്ള വർത്തമാനമാണ് കഴിഞ്ഞ ദിവസം K സുധാകരൻ പറയുന്നത്. ഇന്ന് K മുരളീധരൻ പറഞ്ഞത് അതാണ്. അതിന് കൈയടിക്കുകയാണ് ചെയ്യുന്നത്. പിണറായി വിജയനെ രാജിവെപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു K സുധാകരൻ വന്നത്. ഇപ്പൊ ഇന്ന് അദ്ദേഹം പറഞ്ഞെന്താണ്, ഇടതുപക്ഷ മുന്നണിയെ അധികാരത്തിൽ നിന്ന് ഇറക്കിയ ശേഷമേ ഞാൻ മാറുള്ളൂ എന്നാണ്. അങ്ങനെ പറയുന്ന K സുധാകരനെ സപ്പോർട്ട് ചെയ്യാനാണ് എനിക്കിഷ്ടം. കാരണം ഇടതുപക്ഷ മുന്നണിയെ അധികാരത്തിൽ നിന്ന് ഇറക്കുന്നത് വരെ അത് 1 കൊല്ലം കഴിഞ്ഞിട്ടായാലും 5 കൊല്ലം കഴിഞ്ഞിട്ടായാലും 10 കൊല്ലം കഴിഞ്ഞിട്ടായാലും അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിർത്തണം. പിന്നെ അദ്ദേഹത്തിന് ഹെൽത്ത് ഉണ്ടെന്നുള്ള അദ്ദേഹത്തിന് ഉറപ്പാണെന്നേ. അയാൾ പറയുന്നു ഞാൻ ജിമ്മിൽ പോയിട്ടുണ്ട്, ജിമ്മിൽ പോയിട്ട് എന്തോ ചെയ്യാനുള്ള ജോലിയാണ് തന്നെ ഏൽപ്പിച്ചതെന്നാണ് അദ്ദേഹം ധരിച്ചു വെച്ചിരിക്കുന്നത്. അത്തരം ധാരണയുള്ള ഒരാളെ KPCC പ്രസിഡന്റ് ആക്കിയ AICCക്കാണ് അബദ്ധം, അദ്ദേഹത്തിനല്ല. അന്നില്ലാത്ത എന്തെങ്കിലും പുതിയ കുഴപ്പം അദ്ദേഹത്തിന് ഇപ്പൊ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് അയാൾ പറയുന്ന ന്യായം ഞാൻ വിചാരിക്കുന്നത്. ശരി, എന്തായാലും ഇപ്പോൾ ജിമ്മിനെ കുറിച്ച് നമ്മുടെ ഈ ചർച്ചയിൽ ആവർത്തിച്ച് പരാമർശം വന്നു. ആരെങ്കിലും തല്ലാൻ വേണ്ടി തയ്യാറെടുക്കുന്നവർ മാത്രമല്ല, ആരോഗ്യ സംരക്ഷണത്തിൽ താല്പര്യമുള്ളവരൊക്കെ, ഫാറ്റ് ബേൺ ചെയ്യാൻ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ജിമ്മിൽ പോകാറുണ്ട്. അതുകൊണ്ട് K സുധാകരൻ ജിമ്മിൽ പോയി മാതൃക കാണിക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അതൊരു മാതൃക ആവട്ടെ എന്നുള്ളതേ ഉള്ളൂ. ജിമ്മിൽ പോകുന്നവരെല്ലാം തല്ലാൻ പോകുന്നവരല്ലല്ലോ. ശരി, അല്ല അതിലും രസകരമായ ചോദ്യം അദ്ദേഹം കമലേഷിനോട് ചോദിക്കണ്ടായിരുന്നു. എന്റെ വർത്താനം കേട്ടാൽ എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്ന്. ശരി, കമലേഷ് ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല, അതേന്നും പറയുന്നില്ല, അല്ലെന്നും പറയുന്നില്ല. കമലേഷ് സൈലന്റ് ആവുക ചെയ്യുന്നത് നമ്മൾ കണ്ടത്. ശരി, ശ്രീ നിസാം സെയ്ദ്, ഇവിടെ ഇപ്പോ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടി ആഭ്യന്തരമായി എടുക്കേണ്ട ഒരു തീരുമാനമാണ്. അപ്പോൾ ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യം, എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു മാറ്റത്തിന് പിന്നിൽ എന്നുള്ളതാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും ആകുമ്പോൾ സംസ്ഥാനം മുഴുവൻ ഓടി നടന്ന് കോൺഗ്രസ് പാർട്ടിയെ സുഘടിതമായി എണ്ണയിട്ട യന്ത്രം പോലെ ചലിപ്പിക്കുന്ന ഒരു നേതാവ് താക്കോൽ സ്ഥാനത്ത് വേണം എന്നുള്ളതാണോ? K സുധാകരൻ അക്കാര്യത്തിൽ പോരായ്മയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തെ മാറ്റുന്നതാണോ? അപ്പോൾ K സുധാകരൻ ഇപ്പോഴത്തെ കോൺഗ്രസ് പാർട്ടിയിൽ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ, അല്ലെങ്കിൽ അണികളെ ആവേശം കൊള്ളിക്കാൻ കഴിയുന്ന നേതാവാണ് എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഏത് ആരോഗ്യ നിലയിലും ആർക്കും തർക്കമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ, അതായത് സംസ്ഥാനമാകെ ഓടി നടന്ന് പാർട്ടിയെ എണ്ണയിട്ട യന്ത്രം പോലെ ചലിപ്പിക്കുന്ന ഒരാൾ വേണം എന്ന താല്പര്യത്തിലാണോ? അതിനപ്പുറത്ത് ഈ പാനലിസ്റ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ KC വേണുഗോപാലിന്റെ അപ്രമാദിത്വം ചോദ്യം ചെയ്യാൻ ശേഷിയില്ലാത്ത, അല്ലെങ്കിൽ അത്രത്തോളം ഒരു പൊട്ടൻഷ്യൽ ത്രെട്ടായി വളരാത്ത ഒരാൾ വേണം എന്നുള്ളത് കൊണ്ടാണോ? പ്രേംകുമാറിൻ്റെ അഭിപ്രായങ്ങൾക്ക് മറുപടി പറയാൻ ഞാനില്ല. അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, അദ്ദേഹത്തിന് മനസ്സിലാകുന്നത് പിണറായി വിജയൻ മാത്രം തീരുമാനിക്കുകയും പിണറായി വിജയൻ മാത്രം നടപ്പിലാക്കുകയും പിണറായി വിജയൻ ആളുകളെ ഇറക്കി വിടുകയും ഒക്കെ, പിണറായി വിജയൻ ആളുകളെ ഇരുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു പാർട്ടിയുടെ രീതികൾ അനുസരിച്ച് അദ്ദേഹം മറ്റു പാർട്ടികളെ വിലയിരുത്താൻ ശ്രമിക്കുന്നു. അതിൽ വലിയ തെറ്റുണ്ടാവും. അദ്ദേഹം KC വേണുഗോപാലിന് കേരളത്തിൽ നേതാക്കൾ വളരുന്നത് ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നത് അദ്ദേഹം പിണറായി വിജയൻ്റെ മാതൃകയാണ് ബാക്കി എല്ലാവർക്കും എന്ന് കരുതുന്നതുകൊണ്ട് മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് അറിയാവുന്ന ഒരാൾ പിണറായി വിജയനാണ്. പിണറായി വിജയൻ പ്രവർത്തിക്കുന്നത് സ്പീക്കർ ശ്രീമതി ഇറക്കിവിടും, MA ബേബി എങ്ങനെയൊക്കെയാണ് ഈ സ്ഥാനത്തെത്തിയത് നമുക്കറിയാം. അതുപോലെ തന്നെ കേരളത്തിൽ ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാരാണ് ഇല്ലാതായി പോയതെന്ന് നമുക്കറിയാം. ആ രീതികളൊക്കെയാണ് പ്രേംകുമാറിന് വശമുള്ളത്. അതേ രീതിയിൽ വെച്ച് കോൺഗ്രസിനെ വിശകലനം ചെയ്യാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല. പിന്നെ അഭിലാഷ് പറഞ്ഞൊരു കാര്യമുണ്ട്, കോൺഗ്രസ് കേരളത്തിലെ കാര്യങ്ങളിൽ എന്തുകൊണ്ട് വളരെ വിപ്ലവകരമായ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ 2 പരാജയങ്ങൾക്ക് ശേഷവും എടുത്തിട്ടില്ല എന്നുള്ളത്. അഭിലാഷ്, 2021 ശേഷം ഉണ്ടായ സംഭവ വികാസങ്ങൾ ഒന്ന് പരിശോധിക്കാം. അന്ന് വരെ കേരളത്തിൽ കോൺഗ്രസ് തുടർന്ന് വന്ന രീതികളിൽ നിന്നുള്ള പൂർണ്ണമായ ഒരു വിച്ഛേദമാണ് 2021 ആ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ആകെ മാറുന്നു. ഗ്രൂപ്പ് നേതാക്കന്മാരുടെ അഭിപ്രായങ്ങളെ മാനിക്കാതാകുന്നു. പുതിയൊരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാകുന്നു. പുതിയൊരു KPCC ഗ്രൂപ്പ്, പരമ്പരാഗത ഗ്രൂപ്പുകളിൽ പെടാത്ത പുതിയൊരു KPCC പ്രസിഡന്റ് ഉണ്ടാകുന്നു.
അങ്ങനെ ആ ഒരു തുടർച്ചയ്ക്ക് ഒരു വിച്ഛേദം ഉണ്ടായിക്കൊണ്ട് പുതിയൊരു മോഡൽ കേരളത്തിൽ പരീക്ഷിക്കുകയായിരുന്നു. ആ പരീക്ഷണത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ആ പരീക്ഷണത്തിൻ്റെ എന്തെങ്കിലും പ്രയോജനമുണ്ടായോ എന്ന് നമുക്ക് പരിശോധിക്കാം. കെ സുധാകരനെ KPCC പ്രസിഡന്റ് ആക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ 2 പരാജയങ്ങൾക്ക് ശേഷം പൂർണ്ണമായും ആത്മവിശ്വാസം തകർന്ന ഒരവസ്ഥയിലായിരുന്നു. കഴിഞ്ഞ 4 വർഷങ്ങൾ കൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മവിശ്വാസത്തെ വളരെ വലിയ തോതിൽ തിരികെ കൊണ്ടുവരാനും അതിനെ ജ്വലിപ്പിച്ചു നിർത്താനും കെ സുധാകരന് കഴിഞ്ഞിട്ടുണ്ട്. കെ സുധാകരൻ ഈ കോൺഗ്രസ് പാർട്ടിയെ ഒരു സമര സംഘടനയാക്കി മാറ്റാൻ വിജയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 4 വർഷക്കാലം കേരളത്തിലെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സമയം കോൺഗ്രസ്സുകാർ തെരുവിൽ നിന്ന സമയമാണ്. ഏറ്റവും കൂടുതൽ കോൺഗ്രസ്സുകാർ പോലീസിൻ്റെ മർദ്ദനം ഏറ്റുവാങ്ങിയ കാലമാണ്. അങ്ങനെ കോൺഗ്രസിനെ ഒരു സമര സംഘടനയാക്കി മാറ്റുന്നതിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മവിശ്വാസത്തെ ജ്വലിപ്പിച്ച് നിർത്തുന്നതിൽ ഒക്കെ കെ സുധാകരൻ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അദ്ദേഹം ജിമ്മിൽ പോകുന്നു അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് അപമാനിക്കുന്നതിനോ അല്ലെങ്കിൽ പരിഹസിക്കുന്നതിനോ ഒക്കെ അതൊരു സ്വയം ഒന്ന് കണ്ണാടിയിൽ നോക്കുന്ന നന്നായിരിക്കുമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പക്ഷേ വസ്തുത കെ സുധാകരൻ അദ്ദേഹത്തിന് നിർവഹിക്കാനുള്ള റോൾ നിർവഹിച്ചു കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ളതാണ്. പുതിയ കാലം പുതിയ നേതൃത്വത്തെ ആവശ്യപ്പെടുന്നു എന്ന് ഈ പാനലിലിരിക്കുന്ന എല്ലാവരും പറഞ്ഞു. ചേക്കുട്ടിയൊക്കെ വളരെ കൃത്യമായി പറഞ്ഞു. അത്തരമൊരു നേതൃത്വത്തിലേക്ക് എങ്ങനെയാണ് കോൺഗ്രസ് എത്തിച്ചേർന്നത് എന്നുള്ളതാണ്. അത്തരമൊരു നേതൃത്വത്തിലേക്ക് എത്തിച്ചേർന്നത് ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ്. എല്ലാ പാർട്ടികളും ഇവിടെ കേരളത്തിൽ പഠനം നടത്തുന്നുണ്ട്. കേരളത്തിലുള്ള ഇന്ത്യയിലെ എല്ലാ പാർട്ടികളും അവർ പ്രൊഫഷണൽ ഏജൻസികളെ വെച്ച് CPM പഠനം നടത്തുന്നില്ല, CPM തീരുമാനങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഒരാളുടെ ബുദ്ധിയിൽ നിന്നാണ് എന്ന് പ്രേംകുമാർ കരുതുന്നുണ്ടെങ്കിൽ അദ്ദേഹം വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. അല്ലെങ്കിൽ അത് തുറന്ന് സമ്മതിക്കാനുള്ള സത്യസന്ധത ഉണ്ടാവണം. സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിൽ, പാർട്ടിയിലെ സ്ഥാനങ്ങൾ നിർണ്ണയിക്കുന്നതിനൊക്കെ സാമുദായിക പരിഗണനകൾ എല്ലാ പാർട്ടികളിലും ഉണ്ടാകാറുണ്ട്. വളരെ വ്യക്തമായ വർഗീയ ചായ്വോടുള്ള പ്രചരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം. CPM പൊന്നാനിയിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയത് സമസ്തയുടെ നോമിനിയായിട്ട് മുസ്ലിം ലീഗിലെ ആളെയാണ് നിർത്തിയത്. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത്, ഒരു ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് സദ്ദാം ഹുസൈനെ കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന കഥ നമുക്കറിയാം. അങ്ങനെ വർഗീയതയെ CPM വളരെ ഫലപ്രദമായി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഉപയോഗിച്ചിട്ടുണ്ട്, സാമുദായിക പരിഗണന ഉപയോഗിച്ചിട്ടുണ്ട്. അതൊക്കെ അംഗീകരിക്കാനുള്ള സത്യസന്ധത ഒരു കാലത്തും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കാണിക്കില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഇത്തരം പരിഗണനകൾ കേരളത്തിലെ കോൺഗ്രസിൽ നിന്നും അകന്നു പോകുന്ന, അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിലെ എല്ലാ കാലത്തും കോൺഗ്രസിൻ്റെ നട്ടലായിരുന്ന ചില വിഭാഗങ്ങളിലെ ആളുകളെ കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം. ഇപ്പം നമ്മൾ ജാതി പറയുന്നു അല്ലെങ്കിൽ മതം പറയുന്നത് വലിയ അപകടമാണ് എന്ന് കരുതുന്നത് ഒരു ആഢ്യത്വ മനോഭാവമാണ് എന്ന് കൂടുതൽ വ്യക്തമാകുന്ന ഒരു കാലമാണ്. നമ്മൾ എന്തിനാണ് കാസ്റ്റ് സെൻസസിന് വേണ്ടി വാദിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് കാസ്റ്റ് സെൻസസ് നടത്തുന്നത് പറയുന്നത്? ജനസംഖ്യ ആനുപാതികമായി അധികാര കേന്ദ്രങ്ങളിൽ, അധികാര പദങ്ങളിൽ പ്രാതിനിധ്യം ഉണ്ടാവണം എന്നുള്ള ഒരു ചിന്ത ഉയർന്നു വരുന്ന ഘട്ടമാണിത്. അതുകൊണ്ടാണ് നമ്മൾ കാസ്റ്റ് സെൻസസ് വേണ്ടതെന്ന് പറയുന്നത്. KR നാരായണനെ ഇന്ത്യൻ പ്രസിഡന്റ് ആക്കുമ്പോൾ അതുകൊണ്ട് ദളിതുകൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ എന്ന് ചോദിച്ചാലുണ്ട്. പക്ഷേ ദളിതുകൾക്ക് ഇന്ത്യൻ അധികാര ശ്രേണിയിൽ ഒരു പങ്കുണ്ട്, ഒരു പദവിയുണ്ട് എന്ന് അവർക്ക് ബോധ്യമാകുന്നത് ഈ ജനാധിപത്യ പ്രക്രിയയെ ശക്തിപ്പെടുത്താൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ. അതുപോലെ ഇന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നിന്നും ഇന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ നിന്നുമൊക്കെ അകന്നു പോകുന്ന വിഭാഗങ്ങൾക്ക് അധികാര ഘടനയിൽ പങ്കുണ്ടാകും എന്ന് ഉറപ്പുവരുത്തേണ്ടത് ജനാധിപത്യ സംവിധാനത്തിൻ്റെ ആവശ്യമാണ്, ജനാധിപത്യ പാർട്ടികളുടെ ആവശ്യമാണ്. ഇപ്പോൾ ക്രിസ്ത്യൻ സമുദായത്തെക്കുറിച്ച് ഇവിടെ പലരും പറഞ്ഞു, ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ പ്രാതിനിധ്യക്കുറിച്ചത്. ഉമ്മൻചാണ്ടിയും KM മാണിയും തിരോഭവിച്ചതോടുകൂടി, അവർ തിരോധാനം ചെയ്തതോടുകൂടി കേരളത്തിലെ ക്രിസ്ത്യൻ സമുദായത്തിൽ ഒരു വലിയ നേതൃത്വപരമായ ശൂന്യത അനുഭവപ്പെടുന്നുണ്ടെന്നുള്ള വാസ്തവമാണ്. ആ ശൂന്യതയിലേക്ക് കടന്നു കയറുവാൻ BJP വളരെ ആസൂത്രിതമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ തടയാനുള്ള ബാധ്യത കേരളത്തിലെ കോൺഗ്രസിനുണ്ട്. CPMന് ആ ബാധ്യതയില്ല എന്ന് മാത്രമല്ല, CPM ഉള്ളിലുള്ള ആഹ്ലാദത്തോടുകൂടി BJP ക്രിസ്ത്യൻ വിഭാഗത്തിലേക്ക് കടന്നു കയറുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്, സന്ദർഭങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. മുനമ്പം വിഷയത്തിൽ തീരുമാനമെടുക്കാൻ ഗവൺമെൻറ് മനഃപൂർവ്വമായി അലംഭാവം കാണിച്ചത് BJPക്ക് അത് ഗുണകരമാകുന്നെങ്കിൽ ഗുണകരമാവട്ടെ എന്നുള്ള ഗൂഢലക്ഷ്യത്തോടു കൂടിയാണ്. അത്തരം ലക്ഷ്യങ്ങളെ പൊളിക്കാനായി എല്ലാ വിഭാഗം ആളുകളെയും ലക്ഷ്യം പൊളിക്കാനുള്ള ഒരു മാസ്റ്റർ സ്ട്രോക്ക് ആണോ ഒരു ക്രിസ്ത്യൻ പ്രസിഡന്റ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു കേരളം ചർച്ച ചെയ്യുന്ന വിഷയം തന്നെയാണ്. അതിൽ ശ്രീ എബ്രഹാം മാത്യു ഇവിടെ സൂചിപ്പിക്കുന്നത് ഒരു കാര്യം കൂടി ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന ആന്റണി എന്നയാൾ, അദ്ദേഹം ക്രിസ്ത്യാനി എന്ന നിലയിലാണ് അദ്ദേഹം ഈ സ്ഥാനത്തേക്ക് എത്തുന്നത് എന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹം കേരളത്തിൽ ഏറ്റവും നന്നായി സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തുന്ന ഒരു ജനപ്രതിനിധിയാണ്. കൃത്യമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് പത്തനംതിട്ട. എല്ലാ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കും ഒരുപോലെ സാന്നിധ്യമുള്ള,
ഹൈന്ദവ, നായർ, ഈഴവ വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യമുള്ള, അതുപോലെ തന്നെ കേരളത്തിൽ ജനസംഖ്യാനുപാതികമായി ഏറ്റവും അധികം മുസ്ലിങ്ങൾ താമസിക്കുന്ന ഈരാറ്റുപേട്ട പോലെയുള്ള പ്രദേശങ്ങളുള്ള എല്ലാ വിഭാഗങ്ങളും ഒരുപോലെ വസിക്കുന്ന ഒരു പാർലമെൻറ്റ് മണ്ഡലമാണ് പത്തനംതിട്ട. ഈ പത്തനംതിട്ടയിൽ വളരെ കൃത്യമായ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തിക്കൊണ്ടാണ് ആന്റോ ആന്റണി കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പിലായി വിജയിക്കുന്നത്. ആ മണ്ഡലത്തിൽ ഉൾപ്പെട്ട 7 നിയമസഭാ മണ്ഡലങ്ങളിലും LDF ജയിക്കുമ്പോഴും വർദ്ധിച്ച ഭൂരിപക്ഷത്തോടുകൂടി ആന്റോ വിജയിക്കുന്നത് അദ്ദേഹത്തിന് സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്താൻ കഴിവുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ പാഠം സംസ്ഥാന വ്യാപകമായി നടപ്പാക്കാൻ അദ്ദേഹം PCC പ്രസിഡന്റ് ആയാൽ കഴിയുമെന്ന് കോൺഗ്രസ് വിചാരിക്കുന്നുണ്ടാവും. ആയതുകൊണ്ടല്ല, ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്താനുള്ള അദ്ദേഹത്തിന്റെ കഴിവാണ് അദ്ദേഹത്തെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. ശരി, ഓക്കെ. ശ്രീ എബ്രഹാം മാത്യു, ഇപ്പോ നമുക്ക് ക്രിസ്ത്യൻ സമൂഹം ഇടതുപക്ഷത്തോടുള്ള പരമ്പരാഗതമായ ശത്രുത അവസാനിപ്പിക്കുന്നോ എന്നുള്ളതിനപ്പുറത്ത് പുതിയ കാലത്ത് BJPയോട് അടുക്കുന്നോ എന്ന ചോദ്യം വളരെ സംഗതമാണ്. ക്രിസ്ത്യൻ സമൂഹത്തിലെ തന്നെ ചില ഗ്രൂപ്പുകൾ വളരെ ശക്തമായി പ്രോ BJP, ആന്റി ഇസ്ലാമിസ്റ്റ് നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ രാഷ്ട്രീയത്തിൽ പ്രതിഫലനം ചെലുത്തി തുടങ്ങിയിട്ടില്ലായിരിക്കാം. അങ്ങനെ ഉണ്ടാകുമോ എന്ന ഭയപ്പാട് പക്ഷേ കോൺഗ്രസിനെ പോലെയുള്ള പാർട്ടികൾക്കുണ്ട്. കാരണം UDF സംവിധാനത്തിന്റെ വോട്ട് ബേസുകളിൽ ഒന്നായിരുന്നു ക്രിസ്ത്യൻ സമൂഹം. അത് കേരള കോൺഗ്രസിന്റെ ഒക്കെ പിന്മാറ്റത്തോടു കൂടി കുറേയൊക്കെ ഷാറ്റേഡായി ഇടതുപക്ഷത്തേക്ക് കുറച്ച് പോയിട്ടുണ്ട്. ആ വോട്ട് ഷെയറിലേക്ക് BJP കൂടി കൈകടത്തുക എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചും UDFനെ സംബന്ധിച്ചും ആത്മഹത്യാപരമാണ്. അപ്പോൾ ഈ പുതിയ സാമൂഹ്യ സാഹചര്യത്തെ, അതായത് ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ BJP സ്വീകാര്യമാകുന്ന പുതിയ സാഹചര്യത്തെ അഡ്രസ്സ് ചെയ്യാൻ ആന്റോ ആന്റണിയോ അതല്ലെങ്കിൽ സണ്ണി ജോസഫോ അതുപോലെയുള്ള ഒരാളോ KPCC പ്രസിഡന്റായി വന്നാൽ കഴിയുമോ? പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ ആന്റോ ആന്റണിയുടെ വ്യക്തിപരമായിട്ടുള്ള മികവിനെക്കുറിച്ച് നിസാം സെയ്ദ് പറഞ്ഞു. ഞാൻ അതിലേക്ക് പോകുന്നില്ല. എൻ്റെയും ഒരു സുഹൃത്തു കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് അതിനെ ഞാൻ തർക്കിക്കുന്നില്ല. പക്ഷേ നമ്മൾ കോൺഗ്രസ് പാർട്ടി മധ്യതിരുവിതാംകൂറിലെ ക്രൈസ്തവരിൽ സ്വാധീനം ചെലുത്താൻ വേണ്ടി ശ്രമം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഈ ഇക്വേഷൻസ് ഒക്കെ വരുന്നത്. നമ്മളവിടെ നോക്കൂ, ഈ പത്തനംതിട്ടയിലെ 5 നിയമസഭാ മണ്ഡലമുണ്ട്. ഈ 5ഉം LDF ആണ് വിജയിച്ചത്. അവിടെ UDF വളരെ 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 ഒരു കാലഹരണപ്പെട്ട പൊസിഷൻ എടുത്തിരിക്കുകയാണ് ഇപ്പോൾ. കാരണം അവിടെ ഉണ്ടാകുന്ന ഒരുപാട് ജനകീയമായ പ്രശ്നങ്ങളുണ്ട്. വനമേഖലയിൽ, റാന്നി പോലുള്ള വനമേഖലയിലുള്ള പ്രശ്നങ്ങളിലൊന്നും കോൺഗ്രസിൻ്റെ സാന്നിധ്യമേ ഇല്ല. അപ്പോൾ ആ മേഖലയിലേക്ക്, അത്തരം വിഷയങ്ങളിലേക്ക് BJP കടന്നു വരുന്നുണ്ട് കോൺഗ്രസിനേക്കാൾ മികവോടുകൂടി. അപ്പോൾ ഈ വോട്ട് ഷെയറിങ്ങിൽ മാറ്റങ്ങൾ വരാം. അത് പൊളിറ്റിക്കലായിട്ട് ഇപ്പോൾ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. അത്തരം ഒരു പ്രവചനത്തിൻ്റെ സമയമല്ല. എന്നാലും ജനകീയ പ്രശ്നങ്ങളിൽ, കർഷകരുടെ പ്രശ്നങ്ങളിൽ ഈ കോൺഗ്രസിൻ്റെ സ്ഥാനം എന്താണ്? അവരെന്ത് സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തിയിട്ടും അവരുടെ പ്രസൻസ് അവിടെ ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പിന്നെ സുധാകരൻ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അത് ഒരു വ്യക്തിയുടെ സ്വകാര്യതയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമാണ്, സമൂഹത്തിന് തന്നെ ആവശ്യമുള്ളൊരു കാര്യമാണ്. പക്ഷേ ഏറ്റുമുട്ടൽ രാഷ്ട്രീയത്തിൻ്റെ ശരീരഭാഷയുമായി ഒരു KPCC പ്രസിഡന്റ് വരികയും, അപ്പോൾ എങ്ങനെയാണ് അങ്ങനെയുള്ള ഒരാൾക്ക് ഇത്തരം മാറിയ കാലഘട്ടത്തെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും? ഒരു ഏറ്റുമുട്ടൽ പുതിയ കേരളീയ സമൂഹം ഏറ്റുമുട്ടൽ രാഷ്ട്രീയത്തെ എന്നീ തള്ളിക്കളഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ശൈലി ഒരുപക്ഷെ പഴയ കാലത്തെ കണ്ണൂരിലെ ഏറ്റുമുട്ടൽ രാഷ്ട്രീയം സജീവമായിരുന്ന കണ്ണൂരിൽ ഒരുപക്ഷെ അന്ന് കോൺഗ്രസ്സുകാർക്ക് പുതുജീവൻ കൊടുത്തിട്ടുണ്ടാവാം. പക്ഷെ പുതിയ കാലഘട്ടത്തിൽ, പുതിയ കേരളത്തിൽ ഈ ഏറ്റുമുട്ടൽ ശൈലി അപ്രസക്തമാണ്, തള്ളിക്കളഞ്ഞതാണ്, പരാജയപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് സോഷ്യൽ എഞ്ചിനീയറിംഗ് ഉണ്ടായാലും കോൺഗ്രസ് UDF അനുഭാവമുള്ള ജനസമൂഹം അല്പം കൂടുതലുള്ള മധ്യതിരുവിതാംകൂറിലെ 5 മണ്ഡലങ്ങളും കഴിഞ്ഞ കുറേ കാലമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു കാരണം അതാണ്. നേരത്തെ ചെക്കുട്ടി ഇവിടെ പറഞ്ഞ ഒരു വളരെ പ്രസക്തമായിട്ടൊരു പോയിൻ്റാണ് ഈ പുതിയ കാലഘട്ടത്തിലെ ഭാഷ. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ എല്ലാവരും പിന്നെ മലയാളം അറിയത്തില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പലപ്പോഴും ആക്ഷേപിക്കുന്നതായിട്ട് കണ്ടു. എനിക്ക് തോന്നുന്നു രാജീവ് ചന്ദ്രശേഖരൻ്റെയും ശശി തരൂരിൻ്റെയും മലയാളമാണ് ഏറ്റവും പുതിയ മലയാളിയെ സ്വീകരിക്കുന്ന മലയാളം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്തരം ആ മലയാളത്തിനാണ് ഇപ്പോൾ സ്കോപ്പ് കൂടുതലുള്ളത്. നമ്മൾ പിന്നെ ഭാഷാ സാഹിത്യത്തിൽ വലിയ ഗവേഷണം നടത്തി കട്ടിയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്ന ആ ക്ലീഷകൾ അസ്തമിച്ചു കഴിഞ്ഞു. പുതിയ ഒരു കാലഘട്ടത്തിലെ മലയാളിയെ അഡ്രസ്സ് ചെയ്യാൻ അത് പര്യാപ്തമാണ്. അപ്പോൾ ഈ ഏറ്റുമുട്ടൽ രാഷ്ട്രീയത്തിൻ്റെ ശരീരഭാഷയും പ്രശ്നങ്ങൾ ഇടപെടാതിരിക്കുകയൊക്കെ ചെയ്യുന്ന ആ ശൈലി ഇനി നിലനിൽക്കുന്നതല്ല. ഇപ്പോൾ ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. ശ്രീ സുധാകരൻ്റെ പിന്നെ വളരെ KPCC അധ്യക്ഷനായിരുന്ന മുഹമ്മദ് അബ്ദുറഹ്മാൻ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പരിഭാഷപ്പെടുത്തിയത് പ്രിൻ്റ് ചെയ്യാൻ നിർവാഹമില്ലാതിരുന്ന കാലഘട്ടത്തിൽ
1930-ലോ 36-ലോ മറ്റോ. അദ്ദേഹത്തിൻ്റെ പ്രസ്സിൽ നിന്നാണത്രേ ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അച്ചടിച്ച് പുറത്തിറക്കിയത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വളരെ വിശാലമായ കാഴ്ചപ്പാടും സെക്കുലർ ഇമേജും ഒക്കെയുള്ള ഒരു നേതാവിൻ്റെ, ഒരു KPCC അധ്യക്ഷൻ്റെ പിൻതലമുറയിലെ ആളുകൾ ഏറ്റുമുട്ടൽ രാഷ്ട്രീയം കളിക്കുമ്പോൾ പൊതുസമൂഹം അത് തള്ളിക്കളയും. EMS പിന്നെ KPCC സെക്രട്ടറി ആയിരുന്നപ്പോൾ പ്രസിഡൻ്റ് ആയിരുന്ന ആളാണ് അബ്ദുറഹ്മാൻ. അപ്പോൾ അന്നത്തെ ആ ഉദാരമായിട്ടുള്ള കാഴ്ചപ്പാടും അറിവും വിജ്ഞാനത്തിന് പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ അതാണ് ആദരിക്കപ്പെടുക എന്നുള്ള ഒരു ബോധ്യവും ഒക്കെയാണ് അന്നത്തെ നേതാക്കൾക്ക് ഒരു വലിയ ആദരവ് നൽകിയത്. ആ ഒരു ആദരവിൻ്റെ രാഷ്ട്രീയം കൂടി ഇനി കടന്നു വരേണ്ടതാണ്. എന്തുകൊണ്ടാണ് ശശി തരൂരിനെ പോലുള്ള ആളുകളെ ഇവർ ഭയക്കുന്നതിൻ്റെ കാരണം എന്താണ്? അത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ കൾച്ചർ മാറിയെങ്കിൽ മാത്രമേ ഇതിന് മാറ്റം വരികയുള്ളൂ. അല്ലാതെ കത്തോലിക്ക സഭയെ റെപ്രസെൻ്റ് ചെയ്യാൻ പോകുന്നു, പെന്തക്കോസ്തുകാരെ പിടികൂടാൻ പോകുന്നു എന്ന് പറഞ്ഞാലൊന്നും പുതിയൊരു കാലഘട്ടത്തിൽ അത് വിലപ്പോവുകയില്ല. ശരി, അവിടെ NP ചെക്കുട്ടി, നമുക്കറിയാം കെ സുധാകരൻ വന്നപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ ആവേശമുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ CPM-നെ നേർക്കുനേർ നേരിടുന്ന കണ്ണൂരിലെ ഒരു കരുത്തൻ, അദ്ദേഹത്തിന് ഫാൻ ഗ്രൂപ്പുകളുണ്ട്, KS ബ്രിഗേഡ് എന്നൊക്കെ പറഞ്ഞ് KPCC പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് ഫാൻ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ആവേശം കൊള്ളിക്കും എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. ആവേശം കോൺഗ്രസ് പ്രവർത്തകർക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രമല്ല, അതിനുശേഷം അദ്ദേഹം സെമി കേഡറാക്കാൻ നോക്കി, യൂണിറ്റ് കമ്മിറ്റികൾ ആരംഭിച്ചു. ഇങ്ങനെ CPM മോഡലിൽ പാർട്ടിയെ ഒന്ന് സംഘടിപ്പിക്കാനൊക്കെ ശ്രമിച്ചു. എത്രമാത്രം വിജയിച്ചു എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മിഷൻ കംപ്ലീറ്റ് ചെയ്യാതെ, അതായത് CPM സർക്കാരിനെ നിഷ്കാസനം ചെയ്യാതെ പാതി വഴിക്ക് അല്ലെങ്കിൽ 4 വർഷം കഴിഞ്ഞ് അദ്ദേഹത്തിന് മാറേണ്ടി വരുന്നത് എന്തുകൊണ്ട് എന്ന് പാർട്ടി പ്രവർത്തകർക്ക് പൂർണ്ണമായും ദഹിക്കുമോ? ഒന്ന്, ഈ തീരുമാനം എങ്ങനെ പാർട്ടി പ്രവർത്തകരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടും? 2, കെ സുധാകരൻ കോൺഗ്രസ്സുകാരെ ആവേശം കൊള്ളിച്ചു എന്ന് പറഞ്ഞു, അതേ ആവേശം പൊതുസമൂഹത്തിനുണ്ടോ? ഈ പാർട്ടിക്കപ്പുറത്ത് വോട്ടർമാരായ സാധാരണ ജനങ്ങൾക്കുണ്ടോ? ഈ 2 കാര്യങ്ങളും കോൺഗ്രസ് പരിഗണിച്ചാൽ എന്തായിരിക്കും ഉത്തരം? NP ചെക്കുട്ടി അങ്ങോട്ടാണ്. ഈ അഭിലാഷ്, ഈ ആവേശം എന്ന് പറയണതേ, നമ്മൾ പൊളിറ്റിക്കൽ ലൈഫിൽ വെറും ആവേശം കൊണ്ട് നമുക്ക് യഥാർത്ഥത്തിൽ കാര്യങ്ങളൊന്നും നേടാൻ കഴിയില്ല. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സുധാകരനെ പോലുള്ള ആളുകൾ കൈകാര്യം ചെയ്തിരുന്ന പൊളിറ്റിക്സിൻ്റെ ഒരു രീതി ഒരു വളരെ ഹൈലി കൺഫ്രണ്ടേഷണലായിട്ടൊരു പൊളിറ്റിക്സ് ആയിരുന്നു. അത് അവരുടെ കാലത്തിൻ്റെ ഒരു സവിശേഷതയാണ്. പക്ഷേ ഇന്നിപ്പോൾ കേരളത്തിൻ്റെ സൊസൈറ്റിയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങളിലൊന്ന് അടിസ്ഥാന സമൂഹങ്ങളിൽ നിന്ന് വലിയ ഒരു അപ്സർജ് വരുന്നുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് ദേശീയ ലീഡർഷിപ്പുള്ള ആളുകൾ നന്നായിട്ട് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനീഷ്യേറ്റീവ്സ് നോക്കൂ, അദ്ദേഹം കൊണ്ടുവന്ന ന്യായ് പദ്ധതി എന്ന് പറയുന്ന ഒരു ഇറ്റ്സ് എൻ ഇക്കണോമിക് എന്താ പറയുക ഒരു അജണ്ടയാണ്. എന്താണത്? ഒരു ഈക്വാലിറ്റിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു എന്താ പറയുക ഡിസ്ട്രിബ്യൂഷൻ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്കണോമിക് അജണ്ട അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവന്നു. യൂണിവേഴ്സൽ ബേസിക് ഇൻകം, അത്തരത്തിലുള്ള അജണ്ടകളിലൂടെ നമ്മുടെ സൊസൈറ്റിയുടെ ഡിസ്കോഴ്സിനെ അദ്ദേഹം മാറ്റിമറിക്കാൻ ശ്രമിച്ചു. മറ്റൊരു കാര്യം നോക്കൂ, അദ്ദേഹത്തിൻ്റെ ആ ജാഥ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ രാഹുൽ ഗാന്ധി നടത്തിയ ഒരു പദയാത്രയുണ്ടല്ലോ, അത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ വലിയ പുതിയ ഒരു ചേഞ്ച് വരുത്തിയാണ്. പൊളിറ്റിക്സിനെതിരെയുള്ള അപ്രോച്ചിൻ്റെ കാര്യത്തിൽ കോൺഫ്രണ്ടേഷണൽ പൊളിറ്റിക്സ് എന്ന് കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള പൊളിറ്റിക്സ്, നിർമ്മാണാത്മകമായ പൊളിറ്റിക്സിലേക്കൊരു ചേഞ്ചാണ് അത് കാണിക്കുന്നത്. അതൊരു പുതിയ തലമുറയുടെ പൊളിറ്റിക്സ് ആണ്. ആ തരത്തിലുള്ള പൊളിറ്റിക്സിന് അനുസരിച്ച് പാർട്ടി മാറിയേ പറ്റുള്ളൂ. അത് ദേശീയ തലത്തിൽ പാർട്ടി മാറാൻ ശ്രമിക്കുന്നത് നിങ്ങൾ നേരത്തെ പറഞ്ഞു രവന്ത് റെഡ്ഡിയുടെ കാര്യം, അവരൊക്കെ ഈ തരത്തിലാണ് ഈ പൊളിറ്റിക്സിനെ മാറ്റാൻ ശ്രമിക്കുന്നത്. നേരത്തെ YSR റെഡ്ഡി പിന്നെ ഈ ആന്ധ്രയിൽ ഇതേ തരത്തിലൊരു കാര്യത്തിലൂടെയാണ് കോൺഗ്രസ് റിവൈവ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലും ആ തരത്തിലൊരു ചേഞ്ച് വരണം. നമ്മൾ നോക്കുക, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഈ സബാൾട്ടൺ സോഷ്യൽ സെഗ്മെൻറ്റിൽ നിന്ന് വന്ന ഒരു ആർട്ടിസ്റ്റിന് നേരെ ഉണ്ടായിരിക്കുന്ന അതിഭീകരമായ കയ്യേറ്റമാണ്. അതിനകത്ത് കോൺഗ്രസിനകത്ത് അതിനോട് റിയാക്ട് ചെയ്ത ഒരാളെ ഞാൻ കണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ശക്തമായി പ്രതികരിച്ചു. പക്ഷേ ഈ ലീഡർഷിപ്പ് ഇരിക്കുന്ന ഈ ഏറ്റവും ശക്തമായിട്ട് ഇതിനോട് റിയാക്ട് ചെയ്യേണ്ട ആളുകളൊന്നും എന്താ സംഭവം തന്നെ അറിയില്ല. ഈ വിഷയം എന്താണെന്ന് പോലും പലർക്കും മനസ്സിലായി. മുഖ്യമന്ത്രിക്ക് പോലും അതിനകത്ത് ഇടപെടേണ്ട ഒരു സാഹചര്യം വന്നിട്ടും ഇത്തരം കാര്യങ്ങളിൽ എത്രയോ പിന്നിലാണ് നമ്മുടെ കേരളത്തിലുള്ള പ്രതിപക്ഷ നേതാക്കൾ എന്നുള്ളൊരു വസ്തുതയുണ്ട്. അപ്പം അതുകൊണ്ട് മാറുന്ന കാലത്തിനനുസരിച്ച്, മാറുന്ന സെൻസിബിലിറ്റിക്ക് അനുസരിച്ച് പെരുമാറാൻ കഴിയുന്ന ഒരു ലീഡർഷിപ്പാണ്. അല്ലാണ്ട് വെറും ആവേശം കൊണ്ട് മാത്രം
മാത്രം ഇനി അങ്ങോട്ടുള്ള കാലത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ജനങ്ങളെ കൂടെ നിർത്തണമെങ്കിൽ ജനങ്ങളുടെ വിഷയങ്ങളിൽ അവരുടെ ലെവലിൽ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റണം. അത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പുതിയ ലീഡർഷിപ്പ് വേണം. ഒരു 50-60 കൊല്ലം മുമ്പുള്ള കേരളമല്ല കേരളം എന്ന് മനസ്സിലാക്കൽ ഏറ്റവും പ്രധാനമാണ്. അവിടെ ശ്രീ പ്രേംകുമാർ, പുതിയ കാലത്തോട് സംവദിക്കുന്ന പാർട്ടി പ്രസിഡന്റ് കോൺഗ്രസിനെ നയിക്കണം എന്നൊക്കെ പറയുമ്പോൾ കോൺഗ്രസ് നമുക്കറിയാം ഒരുപാട് പെർമ്യൂട്ടേഷൻസും കോമ്പിനേഷൻസും ഉള്ള പ്രസ്ഥാനമാണ്. അതിപ്പോൾ കത്തോലിക്ക അകത്തോലിക്ക എന്നുള്ളത് മാത്രമല്ല, പരമ്പരാഗതമായിട്ടുള്ള ഗ്രൂപ്പുകൾ, അതല്ലാതെയുള്ള ഗ്രൂപ്പുകൾ, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് പാർട്ടിയെ നയിക്കണം, ആര് മുഖമാകണം, ജയിച്ചാൽ ആര് മുഖ്യമന്ത്രിയാകണം, ഇങ്ങനെ പല ഘടകങ്ങൾ കൂടിപ്പിരിഞ്ഞു കിടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കെ സുധാകരൻ മാറി താരതമ്യേന പുതുമുഖമായ ഒരാൾ PCC പ്രസിഡന്റായി വന്നാൽ, പുതുമുഖമെന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ പോലും ജൂനിയർ ആയ എന്ന് പറയാം, അങ്ങനെ ഒരാൾ PCC പ്രസിഡന്റായി വന്നാൽ ഈ മുഖ്യമന്ത്രി സ്ഥാന റേസിൽ ഒരു മാറ്റം സംഭവിക്കുമോ, അല്ലെങ്കിൽ അതൊന്ന് ലഘൂകരിക്കപ്പെടുമോ? അല്ല, ഈ കൺഫ്രണ്ടേഷണൽ പൊളിറ്റിക്സിന്റെ കാലം കഴിഞ്ഞുവെന്നും നെഗറ്റീവ് പൊളിറ്റിക്സിന്റെ കാലം കഴിഞ്ഞുവെന്നും ക്രിയേറ്റീവായിട്ടുള്ള കൺസ്ട്രക്റ്റീവായ പൊളിറ്റിക്സ് ആണ് എസ്പെഷ്യലി ഓപ്പോസിഷനിൽ നിൽക്കുന്ന കോൺഗ്രസ് കാണിക്കേണ്ടതെന്നും വിശ്വസിക്കുകയും അത് ചെയ്യണമെന്ന് തന്നെ പറയുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ, എല്ലാവരെയും പോലെ തന്നെ. പക്ഷേ അതിന് തടസ്സം കെ സുധാകരനാണെന്ന് പറയുന്ന ഇവിടുത്താണ് പ്രശ്നം. എന്താ പറയുക, കൺസ്ട്രക്റ്റീവായ ഒരു നിലപാട്, ഒരു ഫാക്റ്റ് കോട്ട് ചെയ്യായിരുന്നു ശശി തരൂർ ചെയ്തത്. ഒരു ഗ്ലോബൽ മാഗസിനിൽ വന്നിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ് ഒരു സ്റ്റഡിയിൽ വന്നിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു, സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിൽ കേരളത്തിൽ വലിയ അച്ചീവ്മെന്റ് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. കെ സുധാകരൻ മാത്രമല്ല, കെ സുധാകരൻ എന്ന അദ്ദേഹത്തെ ഒന്നും പറഞ്ഞിട്ടില്ല. കേരളത്തിലുള്ള മുഴുവൻ കോൺഗ്രസ് നേതാക്കളും ശശി തരൂരിനെ വരിയിൽ നിന്ന് തെറി വിളിക്കുകയായിരുന്നു. അദ്ദേഹം ഒരു നെഗറ്റീവ് അല്ലാത്തൊരു സാധനം എടുത്തിട്ട് നോക്കൂ. കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്ത് ഉദ്ഘാടനം നടന്നു. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പങ്കെടുത്തില്ല. കല്യാണം ഒന്നുമല്ലല്ലോ, വിളിച്ചാൽ പോകാനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി തീരദേശ ഹൈവേ വരികയാണെങ്കിൽ അത് ഞങ്ങൾ തടയുമെന്നാണ് VD സതീശൻ പറയുന്നത്. വയനാട് തുരങ്കപാത ഉണ്ടാക്കാൻ സമ്മതിക്കൂല എന്നാണ്. എന്താണോ ഗവൺമെന്റ് പറയുന്നത് അതിന്റെ ഓപ്പോസിറ്റ് പറയുക എന്നുള്ളത് കോൺഗ്രസും UDF എത്തിച്ചേർന്നിട്ടുള്ള വല്ലാത്തൊരവസ്ഥയാണ്. ആ പ്രശ്നം മുഴുവൻ, ആ ചീത്തപ്പേര് മുഴുവൻ കെ സുധാകരന്റെ തലയിലിട്ടുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി ആന്റോ ആന്റണിയെ കൊണ്ടുവന്നാൽ, അല്ലെങ്കിൽ എന്താ പറയാ, കണ്ണൂരിലുള്ള വേറൊരു ക്രിസ്ത്യാനിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കുന്നു പറയുന്നത് ഈ എല്ലാ വിഴുപ്പും ഇയാളുടെ തലയിൽ ഇടുന്നതിന് തുല്യമാണ്. അതൊരു കാരണവശാലും ശരിയല്ല. എമ്പുരാനെതിരെ അക്രമം നടത്തുന്നത് CPM-മാരാണെന്ന് പത്രക്കാരോട് പറയുന്ന KPCC പ്രസിഡന്റിനെ അസുഖമുണ്ട് എന്ന് ഒരാൾ പ്രചരിപ്പിക്കുന്നു എന്ന് കെ സുധാകരൻ തന്നെയാണ് പറയുന്നത്, പ്രേംകുമാർ അല്ല പറഞ്ഞത്. അദ്ദേഹം ജിമ്മിൽ പോകുന്നുണ്ട് എന്നും എൻ്റെ സംസാരത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നും ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയോടും ഖാർഗെയോടാണ് ചോദിക്കേണ്ടിയിരുന്നത്. അവരോട് ചോദിക്കാതെ തിരുവനന്തപുരത്ത് വന്നിട്ട് ഇന്റർവ്യൂ ചെയ്യുന്ന TV-കാരനോട് ചോദിക്കുന്നതിനെയാണ് നമ്മൾ തമാശയായി കാണുന്നത്. അവിടെ പറയേണ്ട കാര്യമാണ് ഞാൻ ജിമ്മിൽ പോവാറുണ്ട്, എൻ്റെ വർത്തമാനത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന്. അത് ചെയ്യാതെ ഇവിടെ പറയുന്നു എന്നുള്ളതാണ് തമാശ. അദ്ദേഹം തുടരുന്നതിൽ കുഴപ്പമില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇന്നല്ലെങ്കിൽ നാളെ ഇന്ന് നിസാം സെയ്ദ് പറഞ്ഞ ഡയലോഗ് കേൾക്കുന്നു ഞാൻ വിചാരിക്കുന്നതാണ്. ഈ കുഴപ്പത്തിനെല്ലാം കാരണം പിണറായി വിജയനാണ്. അതായത് കെ സുധാകരനെ മാറ്റാത്തതിന്റെ കാരണം പിണറായി വിജയനാണ്, മാറ്റുന്നതിന്റെ കാരണം പിണറായി വിജയനാണ്. ഇനിയിപ്പോ വേറൊരാളെ കണ്ടുപിടിക്കാൻ പറ്റാത്തതിന്റെ കുഴപ്പവും പിണറായി വിജയനാണെന്നുള്ളത്. ഒരു DCC ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരു പാർട്ടിയാണ് കേരളം പോലെ അതിദ്രുതം വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്തെ അടുത്ത ലെയറിലേക്ക് നയിക്കാൻ LDF-നേക്കാൾ നല്ല ഒരു ഭരണം കാഴ്ചവെക്കും എന്ന് പറയാൻ പോകുന്നത്. ഇത് നാട്ടുകാർ വിശ്വസിക്കുമെന്നാണ് ഇവർ വിചാരിക്കുന്നത്. അതിന് തടസ്സം കെ സുധാകരൻ എന്ന ഒരാൾ മാത്രമാണെന്ന് വിചാരിക്കുന്നതാണ്. അങ്ങനെ ഒരു നെറേറ്റീവ് കൊണ്ടുവന്നിട്ട് ഇവരുടെ എല്ലാവരുടെയും കാലിലുള്ള മന്ത് മറച്ചു വെക്കാനാണ് ശ്രമിക്കുന്നത്. അത് വളരെ കൃത്യമായിട്ട് എക്സ്പോസ്ഡ് ആവുകയാണ്. എക്സ്പോസ് ചെയ്യുന്നത് കെ മുരളീധരനും അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലും കെ സുധാകരനും ഒക്കെ തന്നെയാണ്. CPM-മാരോ പുറത്തുള്ള ആളുകളോ അല്ല. ചർച്ചയിലേക്ക് നിസാം സെയ്ദ്, ഇപ്പോൾ കേരളത്തിലെ പുതിയ KPCC അധ്യക്ഷനെ സംബന്ധിച്ച തീരുമാനം ഇതിനോടകം തന്നെ AICC എടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും കെ സുധാകരനെ ആ തീരുമാനം അറിയിക്കാനാണല്ലോ ഡൽഹിക്ക് വിളിപ്പിച്ചതും. ഫെയർവെൽ മീറ്റിംഗിന്റെ സ്വഭാവമുള്ള ഒരു കൂടിക്കാഴ്ച അന്ന് രാത്രി തന്നെ, അല്ലെങ്കിൽ പിറ്റേന്ന് രാവിലെ തന്നെ ആ പേര് അനൗൺസ് ചെയ്തിരുന്നെങ്കിൽ, ഒരു വാർത്താക്കുറിപ്പ് ഇറങ്ങിയിരുന്നെങ്കിൽ കേരളത്തിൽ ഇത്രയും ചർച്ച നടക്കുകയില്ലായിരുന്നു. ഇന്നലെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു, പ്രഖ്യാപിച്ചില്ല. ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ KC വേണുഗോപാൽ പറയുന്നത് ഒക്കെ മാധ്യമ സൃഷ്ടിയാണെന്നാണ്. നാളെയോ മറ്റന്നാളോ പ്രഖ്യാപിക്കുമോ എന്ന് അറിയില്ല. ഇതിങ്ങനെ വലിച്ചു നീട്ടി പൊതുസമൂഹത്തിലേക്ക് ഇട്ടുകൊടുത്ത് അതിന്റെ 100,000 ഘടകങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് കോൺഗ്രസിന് ഗുണമാകുമെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ കോൺഗ്രസിൻ്റെ രീതി അതാണ് എന്ന് മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ കഴിയുള്ളൂ. കോൺഗ്രസ് ഒരു തീരുമാനമെടുക്കുന്നത്
ജനാധിപത്യപരമായി തീരുമാനമെടുക്കുന്ന ഒരു പാർട്ടി അതിൻ്റേതായ പ്രക്രിയകളിലൂടെ കടന്നുപോയി അതിൻ്റേതായ ചർച്ചകളും സംവാദങ്ങളും ഒക്കെ നടത്തിയായിരിക്കും ആ തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് അതിൻ്റെ സ്വാഭാവികമായ ഒരു ഉത്തരം. അല്ലാതെ ഒരാൾ മാത്രം തീരുമാനം നടപ്പിലാക്കുന്ന ഒരു പാർട്ടിയല്ല കോൺഗ്രസ് എന്നുള്ളത് കൊണ്ട് കുറേയേറെ ആളുകളുമായി ചർച്ച ചെയ്യേണ്ടി വരും. ഒരു തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ പോലും അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തേണ്ടി വരും. ആ പ്രത്യാഘാതങ്ങളെ എങ്ങനെയൊക്കെ ഉൾക്കൊള്ളാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കേണ്ടി വരും. അത്തരമൊക്കെയുള്ള സംഭവങ്ങളായിരിക്കും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീരുമാനം ഏതാണ്ട് ആയതാണ് എന്നുള്ള കാര്യം തന്നെയാണ് എനിക്കും അറിയാൻ കഴിഞ്ഞത്. ആ തീരുമാനം നാളെയോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ദിവസമോ ഉണ്ടാകും. അതിൻ്റെ ഇടവേളയിൽ ഇത് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. ആ ചർച്ച ചെയ്യാൻ നമുക്കൊരവസരമുണ്ടാകും. ആ ചർച്ച ചെയ്ത് അതിൻ്റെ ഗുണവും ദോഷവും നമ്മൾ വിശകലനം ചെയ്ത് ആ തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ ആ തീരുമാനത്തെ അംഗീകരിക്കാൻ കോൺഗ്രസ് പ്രവർത്തകർക്കും കോൺഗ്രസ് അനുഭാവികൾക്കും ഒരു മനസ്സുണ്ടാകുന്ന ഒരു ഘട്ടത്തിലേക്ക് ഈ ചർച്ചകളെ നയിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതായത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പെട്ടെന്നൊരു ഷോക്ക് കൊടുക്കാതിരിക്കാൻ ഇത് ഘട്ടം ഘട്ടമായി അങ്ങനെയാണോ? അങ്ങനെ വെട്ടുന്ന മുറി രണ്ട് എന്ന ഘട്ടത്തിൽ എല്ലാം തീരുമാനമെടുക്കുന്ന പാർട്ടി അല്ലല്ലോ കോൺഗ്രസ്. അങ്ങനെ ഒരാൾ തീരുമാനിച്ച് അത് നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു പാർട്ടി അല്ലല്ലോ കോൺഗ്രസ്. ഒരു ആൾ മാത്രം കാരണഭൂതനായും ദ ലെജൻഡായും ഒക്കെ നിൽക്കുന്ന ഒരു പാർട്ടി അല്ലല്ലോ. ഈ പാർട്ടിക്കകത്ത് ഒട്ടേറെ ആളുകളുണ്ട്. ആ ആളുകൾക്കൊക്കെ അഭിപ്രായങ്ങളുണ്ടാവും. അല്ലാതെ ഒരു ലെജൻഡ് അല്ല ഉള്ളത്, ഒരു കാരണഭൂതനല്ല ഉള്ളത്. പല ആളുകളുള്ളത് കൊണ്ട് പല ആളുകളുമായി ചർച്ച ചെയ്യേണ്ടി വരും. എന്തായാലും കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായി തീരുമാനമെടുത്ത് നമ്മളെയൊക്കെ അറിയിക്കട്ടെ. അപ്പോൾ അറിയാം എന്താണ് ആരാണ് എന്നൊക്കെ. അതുവരെ നമുക്ക് കാത്തിരിക്കാം. വളരെ നന്ദി 4 പേർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കും. നമസ്കാരം.